ഉസ്താദെ നിങ്ങൾ ചെയ്തത് ശരിയായില്ല, നിങ്ങൾ ഈ ചെയ്തത് ശരിയായില്ല, സ്വീകരിക്കാനും സ്വാഗതം ചെയ്യാനുള്ള മനസ്സൊക്കെ പാറിപ്പറന്നു പോയോ എന്ന് സംശയിക്കും. ചിലപ്പോഴൊക്കെ പറഞ്ഞു തരുമ്പോൾ നമ്മളൊക്കെ വളരെ ചൂടായി. നിങ്ങളാരാ എന്നോട് പറയാം, നിങ്ങളാരാ എന്നോട് നിർത്താൻ, നിങ്ങൾക്കെന്താ ക്വാളിഫിക്കേഷൻ, നിങ്ങൾക്കെന്താ ബിരുദം, നിങ്ങൾക്കെന്താ ബിരുദാനന്തര ബിരുദം, ഇങ്ങനെ ചോദിച്ച് ആ പറഞ്ഞ വിഷയം ശരിയാണോ അല്ലേ എന്ന് നോക്കാതെ കണ്ണടച്ച് എതിർക്കുന്ന ഒരു സ്വഭാവമാണ്. അത് ഇൽമിനോടുള്ള വിരക്തിയെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ മഹാന്മാരായ ആളുകളൊന്നും അങ്ങനെയല്ല. ഇൽമ് ചെറുത് കിട്ടിയാലും അതൊരു സാധാരണക്കാരായ വക്കിൽ നിന്ന് കിട്ടിയാലും ഞാൻ അതിൽ അശ്രദ്ധയുള്ള ആളാണോ എങ്കിൽ ഞാൻ അത് സ്വീകരിക്കട്ടെ. ഞാൻ ഒറ്റ ഉദാഹരണം പറയട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ ഭാഗ്യം നൽകി അനുഗ്രഹിച്ച മഹാന്മാർ അവരാ. യുത്തിൽ ഹിക്മത മൻ യശാ വമൻ യുത്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറാ. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തെളിയിപ്പെടുത്തി, യുത്തിൽ ഹിക്മത മൻ യശാ, അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അല്ലാഹു ഹിക്മത്ത് നൽകും. എന്താണ് ഈ ഹിക്മത്തിന്റെ മാനദണ്ഡം, എന്താണ് ഈ ഹിക്മത്തിന്റെ വ്യവസ്ഥ? പലപ്പോഴും നമ്മൾ പറയും തന്ത്രമെന്നും തത്വമെന്നും തത്വജ്ഞാനമെന്നും. എന്നാൽ ഖുർആൻ പണ്ഡിതന്മാർ വിശദീകരിച്ച ഒറ്റ വിശദീകരണം പറയട്ടെ. അൽ ഇൽമുൻ നാഫിഉ അൽ മുഅദ്ദി ഇലൽ അമൽ, പ്രവൃത്തി പദത്തിലേക്ക് കൂട്ടിത്തരുന്ന അനുഗ്രഹീതമായ ജ്ഞാനം, പ്രവർത്തിക്കാൻ പ്രചോദിപ്പിക്കുന്ന നല്ല വിജ്ഞാനം അതാർക്കെങ്കിലും അല്ലാഹു നൽകിയാൽ ഫഖദ് ഊതിയ ഖൈറൻ കസീറാ, ഒരുപാട് സമ്പൽ സമൃദ്ധി അല്ലാഹു അവന് നൽകി, ഒരുപാട് അനുഗ്രഹങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നൽകി. ഇതാണ് ബുദ്ധിമാന്മാർ ചിന്തിക്കേണ്ടത്. അവർ ഈ റൂട്ടിലൂടെയാണ് സഞ്ചരിക്കേണ്ടത്. ഒരു കൊച്ചുകുട്ടി വന്ന് എന്നോടൊരു വിഷയം ബോധ്യപ്പെടുത്തി തന്നു. ആ കുട്ടി പറഞ്ഞത് സത്യസന്ധമാണെങ്കിൽ ഏറ്റവും വലിയ ഇൽമുള്ള മനുഷ്യന്റെ ലക്ഷണം അതിന് ഒതുങ്ങിക്കൊടുക്കലാണ്, വണങ്ങിക്കൊടുക്കലാണ്. ഈമാൻ നല്ല രൂപത്തിൽ മനസ്സിൽ പ്രകാശിക്കുന്നവരുടെ ലക്ഷണം അത് ചോദ്യം ചെയ്യാതെ അംഗീകരിക്കലാണ്, അനുസരിക്കലാണ്. നിങ്ങൾ നോക്കൂ, ലോകപ്രശസ്ത പണ്ഡിതനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ആ അബൂ ഹനീഫ തങ്ങളെ ശാഫിഈ ഇമാം തങ്ങൾ കണ്ടിട്ടില്ല. ആ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കിട്ടിയ ഇൽമു സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ സമീപത്ത് നേരത്തെ തങ്ങളുപ്പാപ്പ ഓർമ്മപ്പെടുത്തിയതുപോലെ എന്നും സിയാറത്തിനെത്തുന്ന മഹാനാണ് ലോകപ്രശസ്ത പണ്ഡിതനായ മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു തആല അൻഹു. എന്നും ആ ഖബറിന്റെ സമീപത്തെത്തും. ആ ഖബർ കൊണ്ട് ബറക്കത്തെടുക്കും. ആ ഖബറിന്റെ തൊട്ടപ്പുറത്തുള്ള പള്ളിയിൽ കയറി 2 റക്അത്ത് നിസ്കരിക്കും. എന്നിട്ട് ഖബറിന്റെ ചാരത്ത് നിന്ന് എന്ത് ചോദിച്ചാലും നിറവേറിയിട്ടല്ലാതെ ഞാൻ അവിടെ നിന്ന് മടങ്ങിയിട്ടില്ല. എന്നും ആ ഖബറിന്റെ സമീപത്ത് പോയി സിയാറത്ത് ചെയ്യുന്നത് ആ മഹാനുഭാവന്റെ മഹത്വത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഹജ്ജിന് വന്നു. ഹജ്ജ് കർമ്മം നിർവഹിച്ച് മുടി കളയാൻ വേണ്ടി ഏതെങ്കിലും ഒരാളെ തെരഞ്ഞു നടക്കുകയാണ്. മുടി കളയുന്ന ആളുകൾക്ക് അറബിയിൽ സുന്ദരമായ 2 പേര് വിളിക്കാറുണ്ട്. ഒന്ന് മുസയ്യിൻ. ഗൾഫിലൊക്കെ പോയാൽ അവർക്ക് വലിയ സ്റ്റാറ്റസ് ആണ്. മുസയ്യിൻ എന്നാ പറയുന്നത്. മുസയ്യിൻ എന്ന പേരിനോട് ആർക്കും എതിർപ്പില്ല. ചൊർക്ക് കൂട്ടി തരുന്നാൾ, ഭംഗി കൂട്ടി തരുന്നാൾ എന്നാണ് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ ഹല്ലാത്ത് എന്ന് പറയും മുടി കളയുന്ന ആള്. നമ്മളെ നാട്ടിൽ അത് പറ്റ താഴ്വാണ്. ഒന്നുകിൽ അല്ലെങ്കിൽ ബാർബർ എന്ന് പറയും. അത് കേൾക്കുമ്പോഴേക്കാൻ അവർക്ക് ദേഷ്യം പിടിക്കും. രണ്ടാമതൊന്ന് ബാർബർ എന്ന് വെച്ചാൽ ബാപ്പട ബാർബർ എന്ന് പറയും. ദേശത്തിന്റെ ഒപ്പിടുന്നു. അവർക്ക് ഇട്ടല്ലെങ്കിൽ നമ്മൾ വിളിക്കാൻ പാടില്ല. ജോലി അതൊക്കെ തന്നെ. പക്ഷെ അവർക്ക് ആ പേര് വയ്ക്കും. ഇപ്പൊ അതുകൊണ്ടല്ലേ ബാർബർ ഷാപ്പ് എവിടെയും കാണില്ല. പഴയ ബോർഡ് തുരുമ്പാത്തിട്ട് മാത്രം ബാർബർ ഷാപ്പ് ഉണ്ടാവും. അല്ലാത്തവർക്കൊക്കെ സലൂൺ നൽകിയ പുതിയ സ്ഥലങ്ങളൊക്കെ നോക്കി നിങ്ങൾ പേരെന്നെ മാറ്റി. കാരണം അത് ആൾ കേൾക്കാൻ തന്നെ ഒരു സുഖമല്ല. എന്താ മുസയ്യിൻ? ഒരാളോട് അടുത്ത മുസയ്യിൻ നമ്മൾ സൗദി പോയിട്ട് ചോദിച്ചാൽ 100 വട്ടം പറയും മുസയ്യിൻ. ഒരു കുഴപ്പമില്ല. ഭംഗി കൂട്ടിത്തരുന്ന ആൾ, ചുരുക്ക് കൂട്ടിത്തരുന്ന ആൾ. അറബി ഭാഷയുടെ ഒരു സൗന്ദര്യമാണല്ലോ. ആ കൂട്ടത്തിൽ ഞാനൊരു കാര്യം കൂടി പറയട്ടെ. കൂട്ടത്തിൽ സഹോദരിമാരെ, ആ
പുറത്ത് നിൽക്കുന്ന ആളൊന്നും കയറി ഇരുന്നാൽ ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ സുഖമായിരുന്നു. കൂട്ടത്തിന് നമ്മുടെ നാട്ടിലൊക്കെ വാങ്ങി വിളിക്കുന്ന ആൾക്ക് സാധാരണ ആളുകൾ മൊല്ലാക്കാന്ന് പറയും. അതൊന്നും ശരിയില്ല. ചിലതൊക്കെ മുക്രിക്കാന്ന് പറയും. അതും അവർക്ക് ഇഷ്ടത്തിൽ വിളിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പേര് വെച്ചിട്ടുണ്ട്, മുഅദ്ദിൻ. എന്റെ മുഅദ്ദിൻ എന്നല്ലേ ബിലാൽ റളിയല്ലാഹു അൻഹു വിളിച്ചത്? എന്റെ മുഅദ്ദിൻ, എന്റെ പള്ളിയിൽ വാങ്ങി വിളിക്കുന്ന വിളംബരപ്പെടുത്തുന്ന ആളെ നമ്മൾ താത്തി ഇഷ്ടമുണ്ടാകൂല. പിന്നെ സ്വഭാവം ഇങ്ങനെ ദീന്റെ ജീവിതത്തെല്ലാം മുന്നോട്ട് ഇങ്ങോട്ടേക്ക് ഉണ്ടാക്കാൻ മൊല്ലാക്ക. അപ്പൊ നമ്മളെ കൂട്ടത്തിലാണ് കുറെ കാലങ്ങൾ മൊല്ലാക്ക ഇങ്ങനെ പറയുന്നത്. ഇതുവരെ ഒന്നും ആക്കിയിട്ടില്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ മുക്രിക്ക എന്നുള്ള പേര് വരാൻ കാരണം അറബിയിൽ മുക്രിക്ക് എന്ന ആദ്യം വിളിക്കപ്പെട്ട മനുഷ്യൻ, വിളിക്കപ്പെട്ട സഹാബി ബഹുമാനപ്പെട്ട മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ആണ്. മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബുവത്തിന്റെ 2-ാം വർഷം മക്കയിൽ നിന്ന് കുറെ ആളുകൾ മദീനത്തിൽ നിന്ന് ഹജ്ജിന് വന്നപ്പോൾ അവരുടെ ഖുർആനോത്ത് പഠിപ്പിക്കാൻ വേണ്ടി മദീനയിലേക്ക് പറഞ്ഞയച്ച പ്രഗത്ഭനായ സഹാബി തന്നെയാണ് മുസ്അബ് റളിയല്ലാഹു അൻഹു. അവരെ മദീനക്കാരൊക്കെ വിളിച്ചിരുന്ന പേരാണ് മുക്രി. ഓത്ത് പഠിപ്പിക്കുന്ന ആൾ. പഴയ കാലത്ത് അങ്ങനെയാണ്. ഒരു ഓത്തുപള്ളി, അതിൽ 150 കുട്ടികൾ, ഒരു മുക്രി, ഓത്ത് പഠിപ്പിക്കുന്ന ഉസ്താദ്. പിന്നെ അതിങ്ങനെ മാറി മുക്രി ആയി. ചില സ്ഥലത്ത് കുറച്ച് ബഹുമാനം കൂടി മുക്രി ചാന്നായി, ചില സ്ഥലത്ത് മുക്രി കാന്നായി. ഇങ്ങനെ പലയിടത്തായി. ആ പേര് ഇഷ്ടമല്ലെങ്കിൽ വിളിക്കാതിരിക്കുക നല്ലതൊന്ന് കൂട്ടത്തിൽ ഞാനൊന്ന് പറഞ്ഞത്. അവരെ പേര് വിളിക്കുക, അല്ലെങ്കിൽ ഉസ്താദിനെ വിളിക്കുക, അല്ലെങ്കിൽ മോദിനെ വിളിക്കുക. മൊല്ലാക്കാൻ ഏതായാലും ഇഷ്ടമുണ്ടാകില്ല. ചോദിച്ചാലൊക്കെ സ്വകാര്യം ചോദിച്ചാൽ ഒരു പറഞ്ഞു. ബാർബർ ഇഷ്ടമില്ലാത്ത ഒരു ഇഷ്ടമുണ്ടാകില്ല. ഞാനൊരു സദസ്സിന് ബാർബർ എന്ന് വിളിക്കുന്നത് പറഞ്ഞപ്പോ പരിപാടിയിൽ ലാസ്റ്റ് ഒരാൾ 100 സംഭാവന വന്നു. ബാക്കിയുള്ളവർക്ക് 10 രൂപ. അപ്പൊ എനിക്ക് മനസ്സിലായി ആളുകളുടെ ഉസ്താദെ നിങ്ങളെ പ്രശ്നം ഞാൻ ആദ്യം കേൾക്കാം. ഞാൻ കുറെ വാഴ കേൾക്കാണ്, പക്ഷെ ഇങ്ങനത്തെ വാഴ ഞാൻ ആദ്യമായിട്ട് കേൾക്കാം. ഞാൻ എൻ്റെ മൊബൈൽ ശരിക്കും അത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ വരുമ്പോൾ അവിടെ വെക്കാൻ വേണ്ടിയിട്ടാണ്. വിളിച്ച് ശരിയല്ലാതെ ആൾക്കാർക്ക് നമ്മൾ പറഞ്ഞിട്ടാൽ മനസ്സിലാകൂല. എന്നൊരു വാഴായിക്കോട്ടെ, ആൾക്കാരെ കേട്ട് ശീലിക്കുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മുസൈഖിനെ തേടി അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നടന്നു. അപ്പൊ ഒരാൾക്ക് കുറച്ച് വെട്ടുന്ന ആൾക്കാർ കുറവുണ്ട്. നമ്മളൊക്കെ അങ്ങനെയാണ്, ആൾക്കാർ കുറവുള്ളോട്ട് കയറും. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അവിടേക്ക് കയറാമെന്ന് കരുതി. വിഷയത്തിൽ നിന്ന് ആരും വ്യതിരിച്ചു പോകരുത്. എന്ത് ഇൽമു കിട്ടിയാലും ആരെ മക്കളിൽ നിന്ന് കിട്ടിയാലും പകർത്താനുള്ള ഒരു സന്നദ്ധത നമുക്ക് വേണം. അള്ളാഹു പെരുമാറട്ടെ. അത് നമ്മുടെ ഈമാനിന്റെ ഇൽമിന്റെ ആ ഒരു പ്രകാശത്തിന്റെ ലക്ഷണം കൂടിയാണ്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആ ഹല്ലാഖിനോട് ചോദിച്ചു, നിങ്ങൾ മുടി കളയുക? അതെ, ഞാൻ മുടി കളയും. എത്രയാണ് കൂലി? അപ്പോൾ ആ മുടി കളയുന്ന ഹല്ലാഖ് മുസൈഖിൻ പറഞ്ഞു, ഞാനൊരു ഖിദ്മത്ത് എടുത്തു കൊടുക്കുകയാണ്, ഒരു സേവനം ചെയ്തു കൊടുക്കുകയാണ്. ഇവിടെ കൂലിയൊന്നുമില്ല. അപ്പൊ മനസ്സിലായില്ലേ? മുടി കളയുന്ന ആൾക്ക് അന്ന് തന്നെ കൂലി കൊടുക്കാറുണ്ട്, അന്ന് തന്നെ പണം കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ചോദ്യം ചോദിക്കൂലല്ലോ. നിങ്ങൾ എന്റെ മുടി സൗജന്യമാണ് കളഞ്ഞതെന്ന് ചോദിക്കുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ചോദിച്ച് എത്രയാണ് കൂലി? ഈ മറുപടി പ്രതീക്ഷിക്കാത്തൊരു മറുപടിയാണ്. ഞാൻ ഇവിടെ ഖിദ്മത്ത് എടുക്കുകയാണ്. ഹാജിമാർക്കും ഉംറ നിർവഹിച്ചവർക്കും ഒരു ഖിദ്മത്ത്, എന്നാൽ കഴിയുന്ന ഒരു ഖിദ്മത്ത് മുടി വെട്ടി കൊടുക്കലും വടിച്ചു കൊടുക്കലുമാണ്. ഇവിടെ കൂലിയില്ല. ആ ഉത്തരം കേട്ടപ്പോ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ചോദിക്കേണ്ടതില്ലായിരുന്നു എന്ന് തോന്നിപ്പോയി. ചോദിച്ചത് മോശമായി പോയോ എന്ന് മനസ്സിൽ തോന്നിപ്പോയി. അല്പനേരം കഴിഞ്ഞ് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കസേരയിലേക്ക് ഇരിക്കുന്നു. കസേരയിൽ ഇരിക്കുന്ന നേരത്ത് മഹാനവർകൾ ആ ചെയർ എങ്ങോട്ടാണോ തിരിച്ചു വെച്ചത് അങ്ങോട്ടാണ് ഇരുന്നത്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറ്റുന്നില്ല. അതാ ആദ്യം തന്നെ കൂലി ചോദിച്ചപ്പോൾ കൂലിയില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ നാണം വന്നിട്ടുണ്ട്. ചോദിക്കേണ്ടതില്ലായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അത് മര്യാദ കേടായി പോയോ എന്ന് മനസ്സിൽ തോന്നിപ്പോയി. ഖിദ്മത്ത് എടുക്കുന്ന ആളോട് കൂലി ചോദിക്കുന്നത് ശരിയല്ല. അതുകൊണ്ടല്ലേ എത്രയോ ഉസ്താദിനോട് ശമ്പളം ചോദിച്ചാല് നേരെ നിനക്ക് ഖിദ്മത്ത് എടുക്കുന്ന ആൾ ശമ്പളം പറയൂല. എന്നോട് ഒരാൾ ഉസ്താദിനൊക്കെ എത്ര ശമ്പളം? ഞാൻ ചോദിച്ചു കുറവുണ്ടെങ്കിൽ എഴുതി തരുമോ? എന്താ എന്തിനാ ചോദിക്കുന്നത്? കുറവുണ്ടെങ്കിൽ എഴുതി തരുമോ? ഒന്നും കിട്ടില്ല. പിന്നെ ആൾ ചോദിച്ചാൽ വീടേക്ക് പോയി. എന്തിനാ ചോദിക്കുന്നത്? ഞാനൊരു ജീവിതത്തെ ഖിദ്മത്ത് എടുക്കും. അതിന് അവരെന്താ ഞാൻ പുരുഷത്തോടെ സ്വീകരിച്ചു.
ഈ ഏറെവർ വേണമെങ്കിൽ ഏറെവർ തരും. എനിക്ക് എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അവരോട് സ്വകാര്യമായി പറഞ്ഞു തരും. അതൊരു കുഴപ്പമുള്ള കാര്യമാണ്. നിങ്ങൾക്കൊന്നിനെ ചോദിച്ചത് ഞാൻ ഈ ഒരു ശമ്പളം ഏറെ കണ്ടിട്ട് അവിടെ നിൽക്കുന്നത് ഇതാണല്ലേ, കുറവുണ്ട് നിങ്ങൾ എഴുതി തരും. അവിടെ ഒന്നും വേണ്ടിയില്ല. ആ ചോദ്യം തന്നെ ശരിയല്ല. ആൾക്കാർ എങ്ങനെ ചോദിക്കുന്നത് ഇവിടെ ഞാൻ പൈസ ഒക്കെ അത് ഒരു പൈസ വീരന്മാരാണ്. കിട്ടുന്ന പൊരുത്തപ്പെട്ട് പോകണ്ടേ. അത് വേറെ സ്ഥാപനം ചോദിക്കുമ്പോ എന്നാ പിന്നെ പോരായ്മ നീ ചോദിക്കുന്ന ആൾ കൊടുക്കൊന്നുമില്ല, വെറുതെ പറയാന്. അപ്പൊ കുറഞ്ഞ ശമ്പളം കിട്ടുന്നതെന്ന് കണ്ടാ പറയും ഇവിടെ ആൾക്കാരൊക്കെ മഹീരന്മാരാണ്, ഒക്കെ വിഷ്ണന്മാരാണ്, വെറുതെ ചോദിക്കാൻ നിങ്ങൾ ആലോചിച്ചു നോക്ക്. അതിന്റെ ആവശ്യമില്ല. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു രണ്ടാമതാ ഒരു ഉപദേശം വരുന്നു. ആ കസേരയിൽ കയറിയിരുന്ന ഉടനെ തന്നെ ഇസ്തഖ്ബിലിൽ ഖിബ്ല, സാധാരണക്കാരനായ മുടി കളഞ്ഞു കൊടുക്കുന്ന ഒരാൾ പറയുന്നു ഖിബ്ലക്ക് മുന്നിട്ടിരിക്കണം. അത് നമുക്ക് എല്ലാവർക്കും ഉള്ള സുന്നത്താണ്. മുടി കളയുന്ന ചെറിയ കുട്ടിയെയും ഖിബ്ലക്ക് തിരിച്ചാണ് പിടിക്കേണ്ടത്. ചെറിയ പ്രായത്തിൽ 7-ാം ദിവസമോ അല്ലെങ്കിൽ 14-ലോ 21-ലോ ഒക്കെ മുടി കളയും, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും സൗകര്യം കിട്ടുമ്പോ കളയും. അപ്പോഴും അതൊരു സുന്നത്താണ്. ഈ ഇരിക്കുന്ന എല്ലാവർക്കും സുന്നത്താണ്. മുടി വെട്ടാനിരിക്കുന്ന ആള് ഖിബ്ലയിലേക്ക് മുന്നിട്ടാണ് ഇരിക്കേണ്ടത്. ആ ഒരു വിഷയം പഠിപ്പിച്ച അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഖിബ്ലക്ക് തിരിഞ്ഞിരുന്നു. ഖിബ്ലക്ക് തിരിഞ്ഞു നിങ്ങൾ നോക്കി എത്ര ഊക്കുള്ള പണ്ഡിതനാണ്. 10 ലക്ഷത്തിലധികം ഹദീസ് മനപ്പാടമുള്ള പണ്ഡിതനാണ്. സുബ്ഹാനല്ലാഹ്, 10 ലക്ഷം പോയിട്ടും 100 കണക്കിന് 1000 കണക്കിന് ഹദീസ് അറിയുന്ന ആളുകൾ ഇന്ന് വല്ലെണ്ണാൽ തീരുന്നതല്ലേ ഇന്നത്തെ അവസ്ഥ. 10 ലക്ഷം ഹദീസ് മനപ്പാടം ഉണ്ടായിട്ട് നിനക്ക് മുടിയെന്ന് വെട്ടിയാ പോലെ നിനക്ക് ഖിബ്ല നോക്കണോ, നിനക്ക് കഅബ നോക്കണോ എന്ന് ചോദിച്ചില്ല. മഹാനവറുകൾ പറഞ്ഞു ഫഖദിൽതു അലാ ഖദരി, നേരത്തെ ഉണ്ടായ നാണത്തിന്റെ ഓർമ്മ കൊണ്ടും നാണമായി. നേരത്തെ ചോദ്യം ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടിയിൽ തന്നെ നാണം വന്നു. ഇപ്പൊ രണ്ടാമത് ഒന്നുകൂടി നാണം തോന്നി. ഞാൻ ഖിബ്ലയിലേക്ക് തിരിഞ്ഞിരുന്നു. അപ്പൊ ഏതാ മൂന്നാമത്തെ നിർദ്ദേശം വരുന്നു. ഖിബ്ലയിലേക്ക് തിരിഞ്ഞിട്ട് ഞാൻ എന്റെ ബേക്ക് ഭാഗമാണ് കാണിച്ചു കൊടുത്തത്. നമ്മുടെ നാട്ടിൽ ബേക്കുന്നല്ലേ തുറന്നല്, മുടി വെട്ടി തുറന്നില്ല, ആരും വെട്ടിക്കുന്നേ കേൾക്കുന്നതേ ശരിയല്ല. ബാക്കിൽ നിന്ന് മുടി വെട്ടി തുറന്നു ഒരു പക്ഷേ അത് വെട്ടുന്നവർക്ക് എളുപ്പത്തിനായിരിക്കും. എളുപ്പമുണ്ടാലും ശരി ഇല്ലെങ്കിലും ശരി. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ബാക്ക് ഭാഗം കാണിച്ചു കൊടുത്തപ്പോ ഈ സാധാരണക്കാരനായ വ്യക്തി പറയുന്നു വലതു ഭാഗം കറക്കി തരണം. ബാക്കല്ല കാണിച്ചു തരേണ്ടത്, അത് നമുക്കും ഉള്ള സുന്നത്താണ്. ബാക്കിൽ നിന്നല്ല തുടങ്ങേണ്ടത്, വലതു ഭാഗത്തു നിന്നാണ്. എന്റെ വലതു ഭാഗം ഇതാണ്. വെട്ടപ്പെടുന്ന ആൾ ആരുടെ മുടിയാണോ കളയുന്നത് അയാളെ വലഭാഗത്തു നിന്നാണ് തുടങ്ങേണ്ടത്. അത് മുടി കളയുന്നിടത്തൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ആ വലത്തെ ഭാഗം കാണിച്ചു കൊടുത്തു അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. 3 വിഷയങ്ങൾ ഇപ്പൊ പഠിപ്പിച്ചു. 4ാമത്തത് വരുന്നു. ഇടക്കിടക്ക് അബൂ ഹനീഫ തങ്ങളുടെ ചുണ്ടിലേക്ക് മാറി മാറി ഈ മുസയ്യിൻ നോക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നു, അല്ല നിങ്ങൾ ഹജ്ജ് കഴിഞ്ഞ് വരികയല്ലേ? അതെ, ഞാൻ ഹജ്ജ് കഴിഞ്ഞ് വരികയാണ്. എന്നിട്ട് എന്താ മുടി കളയുമ്പോ മിണ്ടാതിരിക്കുന്നത്? കബ്ബിരി കബ്ബിരി കബ്ബിരില്ലാഹ്, തക്ബീർ ചൊല്ലൂ, തക്ബീർ ചൊല്ലൂ. സഹോദരങ്ങളെ, ആരാ പഠിപ്പിക്കുന്നത്? പള്ളിയിൽ മുദരിസാണോ? അല്ല. പള്ളിയിൽ വാങ്ങ് കൊടുക്കുന്നത് മുഅദ്ദിനാണോ? അല്ല. നിത്യജീവിതത്തിലെ ഏർപ്പാട് തന്നെ മുടി കളഞ്ഞു കൊടുക്കലാണ്. സാധാരണക്കാരനായ ഒരു വ്യക്തിയിൽ നിന്ന് തക്ബീർ ചൊല്ലാൻ നിർദ്ദേശം കിട്ടിയപ്പോ ഒരു കുട്ടിയെ പോലെ അനുസരിച്ച് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ മുടി കളഞ്ഞ് തീരുന്നത് വരെ തക്ബീറാണ്. അത് ഹാജിമാർക്കും ഉംറക്കാർക്കും സെപ്പറേറ്റ് ഉള്ള സുന്നത്താണ്. ആ ഒരു സുന്നത്ത് നമുക്കില്ല. നേരത്തെ പറഞ്ഞ സുന്നത്ത് രണ്ടും നമുക്ക് ബാധകമാണ്. കഴിയുന്ന സന്ദർഭങ്ങളൊക്കെ അത് പാലിക്കലും നല്ലതാണ്. വെട്ടുന്നവൻ ഖിബ്ലക്ക് തിരിഞ്ഞിരിക്കലും വലതു ഭാഗം കൊണ്ട് തുടങ്ങലും സുന്നത്താണ്. ഇരിക്കട്ടെ, തക്ബീർ ചൊല്ലി 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 അവസാനം കളഞ്ഞു തീരും വരെ ഞാൻ തക്ബീർ ചൊല്ലി. ഇപ്പൊ 4 വിഷയങ്ങൾ പഠിപ്പിച്ചു. മുടിയൊക്കെ കളഞ്ഞു കഴിഞ്ഞ് കൂലിയൊന്നും കൊടുക്കാനില്ല. ഞാൻ എന്റെ കെട്ടുമെടുത്തുകൊണ്ട് വാഹനത്തിലേക്ക് പുറപ്പെടുമ്പോ എന്നെ കൈ ചൂണ്ടിയിട്ട് വിളിച്ചു. സുബ്ഹാനല്ലാഹ്, ഇത് വല്ലാത്തൊരു മനുഷ്യനാണ്. മുടി വെട്ടിക്കളഞ്ഞാൽ ഇനി വിടൂലേ, എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കാനുണ്ടാകും.
ഒന്നും അബൂ ഹനീഫ തങ്ങൾ എതിർത്തില്ല. ഈ ഓരോ വിഷയത്തിനും ഡസൻ കണക്കിന് ഹദീസ് അബൂ ഹനീഫ തങ്ങളെ മെമ്മറിയിലുണ്ട്. പക്ഷേ അവിടുത്തെ ഒരു വിനയം നോക്ക് നിങ്ങൾ. വമല്ലഹു റിഫഅത്തുൻ ബിൽ ഇൽമി വൻ നസബി ലഹു തവാദുഉ മിൻഹാ അഹ്സനു സിഫതി. ഇൽമു കൊണ്ട് ഒരാൾക്ക് ഉയർച്ചയുണ്ടോ? കുടുംബം കൊണ്ട് ഒരാൾക്ക് ഉയർച്ചയുണ്ടോ? തറവാട് കൊണ്ട് ഒരാൾക്ക് ഉയർച്ചയുണ്ടോ? അവർക്കുണ്ടാകേണ്ട ഉത്തമ ഗുണം വിനയമാകുമോ? ഹക്കായത് ആര് പറഞ്ഞാലും അംഗീകരിക്കലല്ലേ വിനയം? ഹക്കല്ലാത്തത് ആര് പറഞ്ഞാലും ഒഴിവാക്കലല്ലേ വിനയം? ആ രണ്ട് വിനയത്തിനല്ലേ കൂടുതൽ പ്രാധാന്യമുള്ളത്. മുടിയൊക്കെ കളഞ്ഞു. ഞാൻ എന്റെ വാഹനത്തിലേക്ക് പോകുമ്പോ തിരിച്ചു വിളിച്ചിട്ട് എന്നോട് ചോദിക്കുന്നു, എങ്ങോട്ടാണ്? ഞാൻ വാഹനം കയറി പുറപ്പെടാൻ പോവുകയാണ്. പോകാനായിട്ടില്ല, വരൂ. സുബ്ഹാനല്ലാഹ്, അഞ്ചാമത്തെ വിഷയം പഠിപ്പിക്കുകയാണ്. സ്വല്ലി റകഅത്തൈൻ, 2 റകഅത്ത് സുന്നത്ത് നിസ്കരിക്കൂ. ഹജ്ജ് ചെയ്ത ആളും ഉംറ ചെയ്ത ആളും മുടി കളഞ്ഞ് തഹല്ലുലായാൽ 2 റകഅത്ത് സുന്നത്ത് നിസ്കരിക്കൽ സുന്നത്തുണ്ട്. അതിവിടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അബൂ ഹനീഫ തങ്ങള്. നേർക്ക് നേരെ ഖിബിലക്ക് തിരിഞ്ഞ് 2 റകഅത്ത് നിസ്കരിച്ചു. ഒന്നും എതിർത്തില്ല. അബൂ ഹനീഫ തങ്ങൾക്ക് തോന്നുന്നു പരിചയപ്പെട്ട തിരക്കേടില്ല. നല്ല കോടുള്ള ആളാണ്, നല്ല ഇൽമുള്ള ആളാണ്. സാധാരണക്കാരനായിക്കോട്ടെ, ഇൽമെന്ന നിലക്ക് ബഹുമാനമുണ്ടല്ലോ, അറിവിന്റെ നിലക്ക് ബഹുമാനമുണ്ടല്ലോ. അബൂ ഹനീഫ തങ്ങൾ ചോദിച്ചു, അല്ല നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് എവിടുന്നാണ് ഈ വസ്തുവകകളൊക്കെ കിട്ടിയത്? ഉടനെ തന്നെ മുടി കളയുന്ന ആള് പറയുന്നു, അല്ല നിങ്ങൾക്ക് അറിയുമോ? ഹിജാസ് മുഴുവനും പ്രശസ്തി ആർജിച്ചൊരു മഹാപണ്ഡിതനാണ്, താബിഈയായ മഹാനാണ്. അത്താഇനെ അറിയുമോ? അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു, എനിക്കറിയാം. അപ്പയതാ മുസയ്യിൻ പറയുന്നു, ആ അത്താ റളിയല്ലാഹു അൻഹുവിന്റെ മുടി സ്ഥിരമായി കളയുന്ന ജോലി എനിക്കാണ്. ഞാനാണ് മഹാനവറുകളെ ഖാദിമ്. എപ്പ മുടി കളഞ്ഞാലും ഹജ്ജിന് വന്ന് മുടി കളയുമ്പോ, അതുപോലെ അല്ലാത്ത സന്ദർഭങ്ങളിൽ മുടി കളയുമ്പോ ഈ സുന്നത്തുകൾ പാലിച്ചിട്ടല്ലാതെ ഇതുവരെ മുടി കളഞ്ഞിട്ടില്ല. എനിക്കിതിന്റെ ഹദീസ് അറിയില്ല, എനിക്കിതിന്റെ കിതാബ് അറിയില്ല, എനിക്കിതാരും റിപ്പോർട്ട് ചെയ്തൊന്നറിയില്ല. പക്ഷേ ഞാൻ പകർത്തുന്ന എന്റെ ഗുരുനാഥൻ, ഞാൻ ഖിദ്മത്തെടുക്കുന്ന എന്റെ ഗുരുനാഥൻ സുന്നത്തായ കാര്യങ്ങളോട് ഒരിക്കലും പുറംതിരിഞ്ഞു നിൽക്കൂല. ആ ഉസ്താദിൽ നിന്ന് ഞാൻ പഠിച്ച ശിക്ഷണമാണ് നിങ്ങൾക്കും ഞാൻ പകർത്തി തന്നത്. പിൽക്കാലത്ത് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ഹജ്ജിന് പോയപ്പോ 5 മസ്അലകളിൽ എന്റെ ശ്രദ്ധ ഉണർത്തി തന്നത് ഒരു സാധാരണ മുസയ്യിനാണ്. അപ്പൊ നിങ്ങൾ നോക്ക്, നാളാഖിറത്തിൽ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഉസ്താദുമാരിൽ ആരുണ്ട്? അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഇൽമു പഠിപ്പിച്ചു കൊടുത്ത ഉസ്താദുമാരിൽ ആരുണ്ട്? ഈ സാധാരണക്കാരനായ മുസയ്യിനില്ലേ, ഹല്ലാത്തില്ലേ? ഞാൻ ആമുഖമായി ഓർമ്മപ്പെടുത്തിയത്, ഇൽമു കിട്ടിയാൽ അത് സ്വീകരിക്കണം, ഉൾക്കൊള്ളാൻ പറ്റുന്ന ഇൽമാണെങ്കിൽ സ്വീകരിക്കണം. പക്ഷേ ഇന്ന് ഇൽമ് അതിനോടുള്ള ബഹുമാനം കുറഞ്ഞു പോവുകയാണ്. ഉറക്കം വരുന്ന സമയത്ത് ഒരാളും ഓണാക്കിക്കൊണ്ട് ഉറങ്ങരുത്. അപ്പറയുന്ന ഇൽമിനോട് ഒരു ബഹുമാനക്കേടാണ്. ചിലരൊക്കെ അങ്ങനെ കൂർക്കം വലിച്ച് ഉറങ്ങുന്നുണ്ടാകും. വലിയ വലിയ പ്രഗത്ഭരും പ്രശസ്തരും ഖബറിനെ കുറിച്ച് വാക്ക് പറയുന്നുണ്ടാകും, മുൻകറിന്റെ കീറിന്റെ ചോദ്യം പറയുന്നുണ്ടാകും, മഹ്ശറിലെ ഏടിന്റെ വിതരണം പറയുന്നുണ്ടാകും. ഈ മനുഷ്യൻ അതിനോട് പുച്ഛഭാഗത്തോടെ കൂർക്കം വലിയ അങ്ങനെ സജീവമാക്കി നടത്തുന്നു. ഉറക്കം വരുന്ന നേരത്ത് മൊബൈലിൽ വാത് വെച്ചുകൊണ്ട് തലക്കാമ്പത്ത് വെച്ച് ഉറങ്ങുന്നത് ഇബാദത്തൊന്നുമല്ല. അതിനോട് നിരുത്സാഹപ്പെടുത്തലാണ്, നിസ്സാരപ്പെടുത്തലാണ്. ആ പറഞ്ഞ ഇൽമിനോടൊരു ബഹുമാനവും ഇല്ല എന്നറിയിക്കലാണ്. സഹോദരങ്ങളെ, ജോലിയെടുക്കുന്ന സമയത്ത് നമ്മുടെ വർത്തമാനം അങ്ങനെ നടക്കുന്നുണ്ട്, മൊബൈലിന്റെ വാദം അങ്ങനെ നടക്കുന്നുണ്ട്. അതും ഇൽമിനോട് തുച്ഛ മനോഭാവമാണ്. നമ്മൾ എല്ലാവരും വീട്ടിൽ സ്വറ പറയുമ്പോ അവിടെ കേസറ്റ് അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്, അതിൽ ഗൗരവമുള്ള ഇൽമ അങ്ങനെ പറയുന്നുണ്ട്. ഒരു കുട്ടിയും അത് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അതവിടെ ഓഫാക്കി വെക്കണേ. അതുകൊണ്ടാണ് ഇൽമ് അത് അന്ധന്റെ വടി പോലെ, കണ്ണ് കാണാത്തവന്റെ വടി പോലെയാകും. ആ സമയത്ത് ഇൽമിനെ സൂക്ഷിക്കണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയത്. അതുകൊണ്ട് ഇൽമ് എവിടെ നിന്ന് കിട്ടിയാലും, ചെറിയ ആളാണെങ്കിലും
വലിയ ആളാണെങ്കിലും അത് സൂക്ഷിക്കണം. ആ മുഖമായി ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ട് നേരത്തെ ഓതി വെച്ച ഒറ്റ ആയത്ത് ചെറിയ രൂപത്തിൽ വിശദീകരിക്കട്ടെ. 4 ദിവസം വിശദീകരിക്കാൻ മാത്രം ആ ആയത്തിൽ അർത്ഥതലങ്ങളുണ്ട്. അം ഹസിബല്ലദീന യതറഹുസ്സയ്യിആതി അൻ നജ്അലഹും കല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത്. എല്ലാവരുടെയും മനസ്സിലെ ആഗ്രഹം സ്വാലിഹീങ്ങൾ പോയതുപോലെ പോകണം, സ്വാലിഹീങ്ങൾ കിടന്നതുപോലെ കിടക്കണം, സ്വാലിഹീങ്ങൾ അനുഭവിച്ചതുപോലെ അനുഭവിക്കണം, സ്വാലിഹീങ്ങൾക്ക് അല്ലാഹു നൽകിയ പ്രകാശം പോലെ പ്രകാശം കിട്ടണം, സ്വാലിഹീങ്ങൾക്ക് അല്ലാഹു നൽകിയ ആദരവ് പോലെ ആദരവ് കിട്ടണം. ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് നാം എല്ലാവരും. ഈ ഒരുമിച്ച് കൂടിയതും അതിന്റെ പിന്നിലുള്ളൊരു സബബാണല്ലോ. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. നമ്മുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ആ പ്രാർത്ഥനയുണ്ട്. ലോകത്ത് കഴിഞ്ഞു പോയ ഒരൊറ്റ മഹാനും അത് പ്രാർത്ഥിക്കാത്തതില്ല. വതവഫനാ മഅൽ അബ്റാർ. മഹത്തുക്കൾ പിരിഞ്ഞതുപോലെ, അവർ വിടവാങ്ങിയതുപോലെ, അവർ അന്ത്യം കുറിച്ചതുപോലെ, അവർ വിശ്രമിക്കുന്നത് പോലെയുള്ളൊരു വിശ്രമം ഞങ്ങൾക്കും നൽകണേ അല്ലാഹ്. സ്വഹാബിമാരാ പ്രാർത്ഥന നടത്തിയില്ലേ? നിങ്ങൾ നോക്കൂ, സ്വാലിഹീങ്ങളെ പവർ എന്താണ്? അല്ലാഹു ഒരു ചോദ്യം ചോദിക്കുകയാണ്. അം ഹസിബല്ലദീന യതറഹുസ്സയ്യിആതി അൻ നജ്അലഹും കല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത്. കുറ്റവാളികളായ ആളുകൾ വിചാരിക്കുന്നുണ്ടോ? അം ഹസിബല്ലദീന യതറഹുസ്സയ്യിആതി. ഏറ്റവും വലിയ കുറ്റം ചെയ്ത ആള് ശിർക്ക് ചെയ്ത ആളാണ്. അല്ലാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കി തരട്ടെ. അതിന്റെ താഴെയുള്ള കുറ്റമാണല്ലോ നിഫാഖിന്റെ കുറ്റം, അതിന്റെ താഴെയുള്ള കുറ്റമാണല്ലോ ബിദ്അത്തിന്റെ കുറ്റം. പിന്നെ മറ്റു കുറ്റങ്ങളൊക്കെ കൂട്ടിക്കൂടൂ. കുറ്റവാളികളായ ആളുകൾ ധരിക്കുന്നുണ്ടോ? അന്ന ജഅലഹും കല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത്. ആ കുറ്റം ചെയ്ത് ലെവല് വിട്ട് എല്ലാ രീതികളിലും ജീവിതത്തെ അയച്ചു വിട്ട ആളുകളെ പോലെ ആ ആളുകളെ സ്വാലിഹീങ്ങളാക്കിയതുപോലെ ആക്കുമെന്ന് അവര് ധരിക്കുന്നുണ്ടോ? എന്താണ് മഹത്തുക്കളെ പവർ? സവാഅൻ മഹ്യാഹും വമമാതുഹും. അവരുടെ ജീവിതവും അവരുടെ മരണവും തുല്യമാണ്. ഇമാം ഖാദി നാസിറുദ്ദീനുൽ ബൈളാവി റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ തലത്തിന് വിശദീകരിച്ചു. ഫിൽ ബഹ്ജതി വൽ കറാമ. സ്വാലിഹീങ്ങളുടെ ജീവിതം പരിശുദ്ധിയാണ്, അവരുടെ വഫാത്തും പരിശുദ്ധമാണ്. സ്വാലിഹീങ്ങളുടെ മരണശേഷവും പരിശുദ്ധിയാണ്, ബഹുമാനമാണ്. ജീവിതത്തിലും ആ ബഹുമാനമുണ്ട്, വഫാത്തിന് ശേഷവും ആ ബഹുമാനമുണ്ട്. അവരുടെ ശരീരത്തിനോ അവരുടെ രോമത്തിനോ അവർ ധരിച്ച വസ്ത്രത്തിനോ ഭൗതിക ലോകത്ത് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്തതുപോലെ മരണാനന്തരവും അല്ലാഹു ബഹുമാനം നൽകുന്നു. എന്നാ സഹോദരങ്ങളെ, സ്വാലിഹീങ്ങളെ മഹത്വം നോക്ക് നിങ്ങൾ. ഞാൻ ഒറ്റ ഉദാഹരണം പറയട്ടെ. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വലിയ മഹാനല്ലേ? തർക്കമില്ലല്ലോ ആ വിഷയത്തിൽ, ആർക്കും തർക്കമില്ലല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുമ്പോ അതേ കിസ്റ രാജാവും കൈസർ രാജാവും നജാശി രാജാവും നാട്ടിലേതെല്ലാം രാജാക്കന്മാരും തമ്പ്രാക്കന്മാരും ഉണ്ടോ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിർദ്ദേശത്തിന്റെ പിന്നിലല്ലാതെ ഒരു കുട്ടിയും സ്വന്തം ഒരു കാര്യം പ്രഖ്യാപിക്കാനെന്ന് ധൈര്യപ്പെടാത്ത കാലം റോം സാമ്രാജ്യത്തിന്റെ അധിപനായ രാജാവ് അവിടുത്തെ ഒരു അനുയായി ഒരു ദൂതനെ വിടുന്നു മദീനയിലേക്ക് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കൊട്ടാരം അറിയാൻ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊട്ടാരത്തിന്റെ കഥ എന്താണ്? അവിടെ എത്ര കാവൽക്കാരുണ്ട്? പെട്ടെന്ന് എന്തെങ്കിലും ചെയ്ത് ഉമറിനെ പരിപേക്ഷിക്കാൻ പറ്റുമോ? തട്ടിക്കൊണ്ടുവരാൻ പറ്റുമോ? അതൊക്കെ അന്വേഷിക്കാൻ ഒരു ദൂതനെ വിട്ടു. ആ ദൂതൻ മദീനയിൽ വന്നു ജനങ്ങളോട് ചോദിച്ചു, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കൊട്ടാരം ഏതാണ്? ജനങ്ങൾ പറഞ്ഞു, കൊട്ടാരമൊന്നും ഇവിടെ ഇല്ല. ആ കാണുന്ന 3 റൂമുള്ള ഒരു വീട്, അതൊരു ചെറ്റക്കുടിലാണ്. അതിന്റെ മേൽക്കൂര ഈത്തപ്പന ഓല കൊണ്ട് മേഞ്ഞതാണ്. അതിന്റെ ചുറ്റുഭാഗത്തുമുള്ള മതില് സാധാ കളിമണ്ണ് കൊണ്ടും കല്ലുകൊണ്ടും പടുത്തതാണ്. ആ വീട്ടിൽ അദ്ദേഹം പോയി നോക്കി. ആ ദൂതൻ അവിടെ ഉമർ റളിയല്ലാഹു അൻഹു ഇല്ല. എവിടെയാണ് ഉണ്ടാവുക? അന്വേഷിച്ച് നടക്കുമ്പോ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, അത് അങ്ങകല മരുഭൂമിയിൽ കിടന്നുറങ്ങുന്നുണ്ട്. ഈ റോം സാമ്രാജ്യത്തിന്റെ അധിപന്റെ നേതാവ് ദൂതൻ ആ സ്ഥലത്തേക്ക് പോയി നോക്കുമ്പോ
വളഞ്ഞു കിടക്കുന്ന ഒരു ശരീരം. നേരത്തെ തങ്ങൾ ബാപ്പ ഓർമ്മപ്പെടുത്തിയില്ലേ നമ്മുടെ ഖബറിലെ കിടത്തം. അള്ളാഹു നമ്മൾക്ക് അവിടെ റാഹത്ത് നൽകട്ടെ. സ്വാലിഹീങ്ങളോടുള്ള ബഹുമാനം കൊണ്ട്, അവരോടുള്ള സമ്പർക്കം കൊണ്ട് അള്ളാഹു അവിടെ നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ. ഇങ്ങനെ വളഞ്ഞു കിടക്കുകയാണ്. ഈ റോം സാമ്രാജ്യത്തിന്റെ അധിപന്റെ ദൂതൻ ചിന്തിക്കുന്നു, അല്ലാ, മരുഭൂമിയിലെ മണൽപ്പരപ്പ് തലയിണയാക്കി വെച്ച് കിടക്കുന്ന ഈ മനുഷ്യനെ പേടിക്കാത്തവരില്ലല്ലോ, ഈ മനുഷ്യനെ അംഗീകരിക്കാത്തവരില്ലല്ലോ. ഈ മനുഷ്യന്റെ നാക്കിനും വാക്കിനും എന്തൊരു വിലയാണ്. ഈ മനുഷ്യനൊന്ന് പ്രഖ്യാപിച്ചാൽ എത്ര വലിയ സ്വാധീനമുള്ള രാജാക്കന്മാരും അതിന്റെ പിന്നിൽ അടിയറവ് പറഞ്ഞുപോയി. ഞാനിപ്പോ ഈ മനുഷ്യനെ പണിയാക്കിയിട്ട് തടയങ്ങൾ ഏർപ്പെടുത്തിയിട്ട് റോം രാജാവിന് കൊണ്ടുപോയി സമർപ്പിച്ചാൽ കൊട്ടാരത്തിൽ എനിക്ക് വലിയ സീറ്റ് കിട്ടും, രാജാവിന്റെ അടുക്കൽ ഞാൻ സമീപസ്ഥനാകും, ഉന്നത ജോലി എനിക്ക് ലഭിക്കും, എന്നേക്കുമുള്ള ബഹുമതി എനിക്ക് കിട്ടും എന്നൊരു ചിന്ത കൽബിലൂടെ രൂപപ്പെട്ടപ്പോ ഭൂമിയുടെ അന്തർഭാഗത്തിൽ നിന്ന് ഇതുവരെ ആ മനുഷ്യൻ കണ്ടിട്ടില്ലാത്ത പ്രത്യേകതരം ജീവികൾ ആക്രോശിച്ചു വന്നു. ചാടി ഈ മനുഷ്യന്റെ അടുത്തേക്ക് അടുത്തു. കണ്ടി മനുഷ്യൻ ഭാവിട്ട് കരഞ്ഞു, നിലവിളിക്കാൻ തുടങ്ങി. എഴുന്നേറ്റ് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഒരു മനുഷ്യന്റെ സമീപത്ത് ചുറ്റുഭാഗത്തും അതാ കുറെ ജീവികൾ. ആ ജീവികൾ നായയേക്കാൾ വലുപ്പം കൂടിയതാണ്. നല്ല ഉശിരോടെ നിന്നിട്ട് ആ മനുഷ്യനെ എന്തും ചെയ്യാനുള്ള നൃത്തത്തിലാണ്. ചോദിച്ചു, എന്തു പറ്റി? എനിക്ക് നിങ്ങൾ വാപ്പാക്കണം, എനിക്ക് നിങ്ങൾ പൊരുത്തപ്പെടണം. നിങ്ങൾ ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോ ഞാൻ റോം രാജാവിന്റെ ദൂതനായിട്ട് വന്ന ആളാണ്. നിങ്ങളെ ഒന്ന് പരിശോധിക്കാനും നോക്കാനും വേണ്ടി വന്നതാണ്. ഈ മരുഭൂമിയിൽ ഒരു തുണിയോ ഒരു കുപ്പായമോ നിങ്ങൾ തലയിണയാക്കിയിട്ടില്ല. സാധാരണ മണലിൽ കിടക്കുന്ന നിങ്ങളെയാണല്ലോ എല്ലാവരും പേടിക്കുന്നത്. നിങ്ങളെ കഥയൊന്ന് കഴിച്ചാലോ എന്ന് കരുതിയപ്പോഴേക്ക് ഈ ജീവികൾ എന്റെ അടുത്തേക്ക് വന്നു. എനിക്ക് സംരക്ഷണം തരണം. ആ മനുഷ്യൻ അഭ്യർത്ഥന നടത്തിയപ്പോ അവരോട് പറഞ്ഞു, നിങ്ങൾ പോയിക്കോളൂ, ഇപ്പൊ നിങ്ങൾ ആവശ്യമില്ല. ഈ മനുഷ്യൻ മാപ്പിനോട് പൊരുത്തപ്പെടിച്ചുകൊണ്ട് തന്റെ നാട്ടിലേക്ക് മടങ്ങി രാജാവിനോടും പ്രജകളോടും കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു. നിങ്ങൾ നോക്കി, ആ വന്ന മനുഷ്യന്റെ കയ്യിൽ ആയുധമുണ്ട്, സൗകര്യങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട്. മർദിയല്ലാഹുവിന്റെ കയ്യിൽ ഒരു പീച്ചാകത്തി പോലുമില്ല, ഒന്നുമില്ല. സവാഅൻ മഹിയാഹും വമമാതുഹും. ജീവിതത്തിൽ അല്ലാഹു നൽകുന്ന ബഹുമതിയിലാണെങ്കിൽ ഇനി വഫാത്തിന് ശേഷം വരൂ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്തായിട്ട് വർഷങ്ങളിലേറെ കഴിഞ്ഞ ശേഷം നാട് ഭരിച്ചൊരു ഖലീഫയാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു. അഞ്ചാം ഖലീഫ എന്ന പേരിൽ അറിയപ്പെടുന്നു. നീതി കൊണ്ട് നാടാകെ നിറച്ചൊരു ഭരണാധികാരിയാണ്. ആ നീതി ജനങ്ങൾ നടക്കുന്ന നടത്തത്തിൽ നിന്ന് വായിച്ചെടുത്തു. അതൊരു സൗന്ദര്യത്തിന്റെ വാക്ക് പറയുകയല്ല, ആലങ്കാരിക പദപ്രയോഗം നടത്തുകയല്ല. എന്തേ കാരണം? ഒരു കൂട്ടം മഹാന്മാരുടെ വഴിയിലൂടെ വരുമ്പോ നമ്മുടെ നാട്ടിലൊന്നും ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു വലിയ സ്വഭാവം. ആടുകളും ചെന്നായ്ക്കളും സൗഹൃദത്തോടെ മെയ്യുന്നു. ഇവിടെ കാണാൻ കഴിയും. ചെന്നായെ കണ്ടാൽ ആട് ഓടും, ആടിനെ കണ്ടാൽ ചെന്നായും ഓടും ആടിനെ പിടിക്കാൻ വേണ്ടി. അവർ പരസ്പരം മിത്രങ്ങളല്ല, ശത്രുക്കളാണ്, ഒന്നൊന്നിനെ പേടിക്കുന്നതാണ്. പക്ഷേ ആടുകൾ ഒരു ഭാഗത്ത് സുഗമമായി മെയ്യുന്നു, മറ്റൊരു ഭാഗത്ത് ചെന്നായ്ക്കളും മെയ്യുന്നത് കണ്ടപ്പോ ആ പണ്ഡിതന്മാര് പറഞ്ഞു, ഈ നാട് ഭരിക്കുന്ന ഭരണാധികാരി ചെന്നായ്ക്കൾക്ക് വരെ നീതി പഠിപ്പിച്ചിട്ടുണ്ട്. കാലത്താണ്. നേരത്തെ അതിന്റെ തലഭാഗം, അതിന്റെ മുകളിലെ ഭാഗം തുറന്നിട്ടായിരുന്നു. അതിലൂടെ ഒരു ഓൾസ് അപ്പുറത്തേക്കുണ്ടായിരുന്നു. ചെറിയൊരു കാഴ്ചയും ഉള്ളിലേക്ക് പുറംഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇന്നെല്ലാ ഭാഗത്തുനിന്നും ഹുജ്റത്ത് ഷരീഫിലേക്ക് കാണുകയില്ല. നോക്കിയാൽ ആ ഓട്ടയുടെ ഉള്ളിലൂടെ നിനക്കൊരു കാഴ്ച കിട്ടുന്നത്. ഇങ്ങനെ ഒരു തുറസുണ്ടായപ്പോ, നോക്കിയാൽ കാണുന്ന രംഗമുണ്ടായപ്പോ, ആരെങ്കിലും വിവാദത്ത് എടുക്കുമ്പോ അവരെ വിവാദത്തിൽ ചെറിയ ഒരു ശിർക്ക് വന്നേക്കുമോ എന്നൊരു ഉൾഭയം കാരണം തൊഴിലാളികളെ വിളിച്ചിട്ട് ആ മതില് പൂർണ്ണമായി മറക്കാനും അടിയിൽ നിന്ന് നന്നാക്കി തറകെട്ടിക്കൊണ്ടുവരാനും നിർദ്ദേശിച്ചു.
ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അങ്ങനെ നിർദ്ദേശം വന്നപ്പോ തൊഴിലാളികൾ പണി തുടങ്ങി. മതിലിങ്ങനെ കീറി വന്നപ്പോ പെട്ടെന്ന് ഒരു കാൽപാദം പുറത്തേക്ക് പ്രത്യക്ഷപ്പെട്ടു. കെട്ടുകഥയുള്ള സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത സംഭവമാണ്. ഒരു കാൽപാദം വെളിവായപ്പോ പണിക്കാര് പേടിച്ചുപോയി. ചിലരൊക്കെ പറഞ്ഞു ഹാദാ ഖദമു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് പുന്നാര നബിയുടെ കാൽപാദമാണോ? കണ്ടിട്ട് നല്ല സൗരഭ്യമുണ്ട്, നല്ല ഭംഗിയുണ്ട്. സഹോദരാ, നമ്മുടെ ഈ മിനുക്കുന്ന ശരീരം അമൽ കൊണ്ട് ധന്യമായിട്ടില്ലെങ്കിൽ, വിശ്വാസത്തിന്റെ ഊക്കിലെത്തിയിട്ടില്ലെങ്കിൽ, മഹാന്മാരുടെ മഹബത്തിൽ ചാലിച്ചതല്ലെങ്കിൽ, ഭൗതികതയുടെ പ്രേമത്തിൽ നിന്നും പ്രമത്തതയിൽ നിന്നും കരകയറിയതായിട്ടില്ലെങ്കിൽ, ഖബറിലേക്ക് അങ്ങ് കൊണ്ടുപോയി വെക്കേണ്ട താമസം 3 ദിവസം കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോ കണ്ണ് കാണൂല. അവിടെ കുടിമാടങ്ങളാണ്. മഹാരഥന്മാരെ ഖബറിലോ, അവരെ ഖബറിൽ അവരെ ശരീരത്തിന് പോയിട്ട് അവരെ ശരീരത്തെ പൊതഞ്ഞ കഫംപുട പോലും മണ്ണില തിന്നൂല, ചിതല് തിന്നൂല, തേള് കടിക്കൂല. മഹാന്മാരുടെ സുഗന്ധം ആ തേളിനറിയാം, മണ്ണിനൊക്കറിയാം, ചിതലിനറിയാം. ഭൂമിക്കടിയിൽ അല്ലാഹു തആല വെച്ച വിഷജന്തുക്കൾക്ക് മുഴുവനും അറിയാം. ഈ വന്ന് കിടക്കുന്നത് അല്ലാഹു ബഹുമാനിച്ച ശരീരമാണ്. അല്ലാഹു ബഹുമാനിച്ച ശരീരത്തെ ഞാനും ബഹുമാനിക്കേണ്ടതാണ്. കാരണം ഞാൻ അല്ലാഹുവിന്റെ ഒരു ചെറിയ സൃഷ്ടിയാണ്. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ വലിയ സൃഷ്ടിയായ മനുഷ്യനാണിത്. ആ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു കറാമത്ത് നൽകി, ബഹുമാനം നൽകി ആദരിച്ച ആളാണെങ്കിൽ ആ മനുഷ്യന്റെ ശരീരം പൊതിഞ്ഞൊരു കഫംപുട പോലും ഞാൻ പറിച്ചു ചിന്തിക്കൂടാ. കാലുപൊളിവായപ്പോ പണിക്കാര് നെട്ടോട്ട് മോടി. പടച്ചോനെ, നമ്മളെ നല്ല സുഹൃല്ലതവും ചെയ്തോ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫാണെങ്കിലോ അത് മണ്ണ് പല ഭാഗത്തേക്കുമായിട്ട് തിരിച്ചറിയുന്നില്ല. പലരും ഓടി വന്നിട്ട് ആർക്കും തിരിച്ചറിയുന്നില്ല. അങ്ങനെയാണ് മദീനയിലെ പ്രശസ്ത പണ്ഡിതൻ അഹദുൽ ഫുഖഹാഇ സബഅത്തി ഫിൽ മദീന, മദീനയിലെ പ്രഗൽഭന്മാരായ കർമ്മശാസ്ത്ര പടുക്കളിൽ ഒരാൾ എന്ന് ചരിത്രം വിശേഷിപ്പിച്ച ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് പറഞ്ഞു, വല്ലാഹി മാഹിയ ഇല്ലാ ഖദമു ഉമറാ, ഇത് മുത്തുനബി തങ്ങളുടെ കാൽപാദമല്ല, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാൽപാദമാണ്. എനിക്ക് അവിടുത്തെ നഖം ശരിക്കറിയാം, അവിടുത്തെ നെരിയാണ് എനിക്ക് നേർക്കറിയാം. ഞാൻ ആ കാല് കണ്ട് എത്രയോ കാലം നിസ്കരിച്ചിട്ടുണ്ട്, ആ കാലിലേക്ക് എത്രയോ ഞാൻ നോക്കി നിന്നിട്ടുണ്ട്. സവാഅൻ മഹ്യാഹും വമമാതുഹും, ജീവിതകാലത്ത് അല്ലാഹു അവർക്ക് നൽകിയ പ്രൊട്ടക്ഷൻ നോക്കി. എത്ര വലിയ ഭരണാധികാരിയുടെ ആള് വന്നിട്ടും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. വഫാത്തിന് ശേഷം 6 വർഷത്തിനപ്പുറമായില്ലേ, 1 വർഷം വേണോ നമ്മുടെ ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ തിന്നിട്ട് അജ്മുദ്ദംബ് എന്ന് പറയുന്ന വാൽക്കുറ്റി, ചെറിയൊരു സിഗ്നലിന് വേണ്ടി അല്ലാഹു നമുക്ക് വേണ്ടി ബാക്കി വെച്ച വാൽക്കുറ്റി, അത് ബാക്കിയിടാൻ മണ്ണിനൊരു വർഷം വേണ്ട. എന്നാ സഹോദരങ്ങളെ, വർഷങ്ങൾ എത്ര കഴിഞ്ഞിട്ടും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിന് ഒരു മാറ്റവുമില്ല. ഇതല്ലേ ഖുർആൻ സൂചിപ്പിച്ചത്, സവാഅൻ മഹ്യാഹും വമമാതുഹും, സ്വാലിഹീങ്ങളുടെ ജീവിതവും മരണവും സമമാണ്. അവർ വലിയ പരിശുദ്ധിയാണ്, ബഹുമാനമാണ്. അതുപോലെ ആയി കിട്ടുമെന്നൊരു ധാരണ മതിയോ? ധാരണ മാത്രം പോരാ, അങ്ങനെ ഒരു നിലവ് മാത്രം പോരാ. ആ മഹാന്മാര് സഞ്ചരിച്ച റൂട്ടിൽ നിന്ന് പ്രധാനമായും 4 റൂട്ടിലൂടെ അടിയുറച്ച വിശ്വാസത്തോടെ നമ്മൾ സഞ്ചരിക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ഞാൻ അതുകൂടി ഒന്ന് ചുരുക്കി പറയട്ടെ. പ്രശസ്ത പണ്ഡിതനായ സൂഫിവര്യനായ അബൂബക്കറുൽ ബറാഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തലബനാ റിളല്ലാഹി തആല, അല്ലാഹുവിന്റെ പൊരുത്തം എവിടെ കിട്ടുമെന്ന് നമ്മൾ അന്വേഷിച്ചു. റബ്ബിന്റെ പൊരുത്തം എങ്ങനെ കിട്ടും? അല്ലാഹുവിന്റെ പൊരുത്തം എന്തുകൊണ്ട് കിട്ടും?
അപ്പോൾ മഹാന്മാർക്കൊക്കെ കിട്ടിയ വലിയ കിട്ടല് അല്ലാഹുവിന്റെ പൊരുത്തമാണ്. അതെങ്ങനെ കിട്ടും? അല്ലാഹുവിനെ അനുസരിക്കുന്നതിൽ കിട്ടും. അതിൽ അലസതയുണ്ടോ? കിട്ടാനായിട്ടില്ല. മടിയുണ്ടോ? കിട്ടാനായിട്ടില്ല. മതിയെന്ന് തോന്നുന്നുണ്ടോ? കിട്ടാനായിട്ടില്ല. മഹാന്മാരുടെ അനുസരണത്തിന് ഒരു നിലക്കും പരിധിയില്ല, പരിമിതിയില്ല, വികാരക്കുറവില്ല, ക്ഷീണമില്ല, ദുഃഖമില്ല, അലസതയില്ല. തണുപ്പും മഴയും കാറ്റും വേനലും വ്യത്യാസമില്ല. അതല്ലേ മഹാന്മാരുടെ അനുസരണം. ആ അനുസരണത്തിലല്ലേ അവർക്ക് ഏറ്റവും വലിയ വിഷമം വന്നാൽ ഏറ്റവും വലിയ ചൂടാകുന്നത്. അല്ലാഹുവിനെ അനുസരിക്കുന്നതിൽ എന്തെങ്കിലും ഒരു കുറവ് സംഭവിച്ചാൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തം തിളക്കുന്നത് അപ്പോഴാണ്. നബിതങ്ങൾക്ക് ചൂട് കൂടുന്നത് അപ്പോഴാണ്. നമ്മളെ ശരീരത്തിന് കിട്ടേണ്ട ഭക്ഷണത്തിൽ എന്തെങ്കിലും അപാകത വന്നാൽ നമ്മളോട് ചുണ്ടി പിടിക്കാണ്. നമുക്ക് അലക്കിത്തരേണ്ട ഡ്രസ്സിൽ എന്തെങ്കിലും കുഴപ്പം വന്നാൽ നമ്മളോട് കലഹമുണ്ടാക്കുകയാണ്. കൊണ്ടുവന്ന ഭക്ഷണത്തിൽ അഥവാ ഭാര്യൻ ഒരു മുടി കണ്ടാല്, ഉമ്മാനൊരു മുടി കണ്ടാല് ആ പ്ലേറ്റ് അടക്കം കൊണ്ടുപോയി മറിച്ച് കളയാണ്. അത് നമ്മളെ ശരീരത്തിന്റെ താല്പര്യത്തിൽ നമുക്ക് ഏറ്റുതോന്നുകയാണ്. അതേ സമയത്ത് മക്കളൊന്ന് നിസ്കാരം കളാക്കിയാല്, വ്യക്തിപരമായി നമ്മളെ നിസ്കാരം ഒന്ന് നഷ്ടപ്പെട്ടു പോയാല് നമുക്കൊരു പ്രശ്നവും ഇല്ല, ഒരു ദുഃഖവും ഇല്ല. അടിച്ചുപൊളിയായിട്ട് അല്ലാഹുവിന്റെ ദുനിയാവിലൂടെ നടക്കാൻ ഒരു ദുഃഖവും നമ്മുടെ ഖൽബിലില്ല. ഒരു ജമാഅത്ത് പോയിട്ട് ജമാഅത്തിന്റെ പദവി 27 ആണെന്ന് കണ്ടപ്പോ നിസ്കാരം 27 ഇരട്ടി നിസ്കരിച്ച മഹാന്മാരില്ലേ? ഒരു ജമാഅത്തിൽ 27 ഇരട്ടി പദവി അല്ലാഹു കണക്കാക്കി. അതിനികൾ സൽക്കരിച്ചപ്പോ ഒരു ജമാഅത്ത് നഷ്ടപ്പെട്ടു. എന്നാൽ എനിക്ക് ആ ജമാഅത്ത് നഷ്ടപ്പെട്ട ദുഃഖം തീരാൻ അപ്പുറത്തൊരു പള്ളിയിൽ പോയി നോക്കി, അവിടെയും ജമാഅത്ത് കിട്ടിയില്ല. അവസാന തീരുമാനം 27 പ്രാവശ്യം ഈ നിസ്കാരം നിസ്കരിക്കുക തന്നെ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അവരുടെ അനുസരണം എത്രയാണ്. അല്ലാഹുവിനെ ഒരാൾ യഥാർത്ഥ രൂപത്തിൽ അനുസരിച്ചാൽ ഭൂമിയിൽ അതിന് തെളിവുണ്ട്. അനുസരിക്കുന്നില്ലേ ഉസ്താദേ? ആ അനുസരണം പൂർണ്ണമായിട്ടില്ല. പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ എന്റെ അനുസരണം നമ്മുടെ അനുസരണം ഒന്നും പൂർണ്ണമായിട്ടില്ല. പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും പോലെയാണ് പിന്നെ ഭൂമിയൊക്കെ. നമ്മൾ പറയും പോലെയാണ് പിന്നെ ഭൂമി ഒക്കെ നമ്മൾ ചിന്തിക്കും പോലെയല്ലേ. ഞാനൊരു സാധാരണ ഉദാഹരണം പറഞ്ഞുതരാം. ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് ഉസ്താദ് എടക്കരയിലാണ് മഹാനവറുടെ ജാഥ. എടക്കരയിലാണ് മഹാനവറുടെ ജാഥ. പഴയ കാലത്ത് വലിയ ആലിമും വലിയ സൂഫിയായ മഹാനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കും, മഹാന്മാർക്കൊക്കെ മുൻഗാമികൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മളെ നാട്ടിലെ വെള്ളിപ്പാർക്കൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ പോയി. എന്താ പറയുക, പാടത്ത് പണിയെടുക്കുകയാണെങ്കിലും ഭാഗങ്ങൾ കേട്ടോ നിസ്കാരം നടത്തും. അപ്പുറത്തുള്ള തോട്ടുന്നൊന്ന് കാര്യങ്ങൾ ചെയ്യണം. പരിക്കം കൊണ്ടിട്ടേക്കാരൊന്ന് പാടത്തുണ്ടാവില്ല. നല്ല കൊണ്ടുവന്ന തുണിയാണ് വെക്കും. എന്നിട്ട് ഇതൊന്ന് ചേർന്ന് കഴുകിയിട്ട് അന്നൊക്കെ കിബില നോക്കിയാൽ വേണം ചെയ്യും. എന്നിട്ട് നിങ്ങൾ അതുകൊണ്ടല്ലേ പഴമക്കാരായ ആൾക്കാർ കൃഷിപ്പണി എടുക്കുന്നിടത്തൊക്കെ ശ്രാന്തി കണ്ടിട്ടില്ലേ? നിങ്ങൾ എങ്ങനെയാ ശ്രാന്തി വന്നത്? ശ്രാന്തി എങ്ങനെ പുഴക്കരകളും അതുപോലെ തന്നെ കുളിക്കാൻ ഇറങ്ങുന്ന സ്ഥലങ്ങളും മറ്റൊക്കെ ഇപ്പോൾ ആൾക്കാർ ഇട്ടിച്ചതാ അല്ല. അവർ നിശ്ചയിക്കുന്നത് ഒരൊറ്റ നിസ്കാരവും പോയി പോകാൻ പാടില്ല. കൃഷിപ്പണിയാണെങ്കിലും പോകരുത്, കച്ചവടമാണെങ്കിലും പോകരുത്, അധ്യാപനമാണെങ്കിലും പോകരുത്, പഠനമാണെങ്കിലും പോകരുത്, യാത്രയാണെങ്കിലും പോകരുത്, സൽക്കാരമാണെങ്കിലും പോകരുത്, ജനാദ സംസ്കരണമാണെങ്കിലും പോകരുത്. ഒരൊറ്റ പരിപാടിയിലും ഒരൊറ്റ നിസ്കാരം പോകരുത്. അബ്ദുൽ അസീസ് ഉസ്താദ് നോക്ക്, നിങ്ങൾ ശിഷ്യന്മാരോടുകൂടെ കാട്ടിലേക്ക് പോയി. കാട്ടിൽ മലങ്കാട്ടിലെത്തിയപ്പോൾ ദുഹുർവാൻ കൊടുത്തു. നമ്മളെ നാട്ടിൽ നിന്ന് ചില ആൾക്കാർ സൗദി പോയിട്ട് അങ്ങനെ അനുഭവം ഉണ്ടായില്ല. സൗദി പോയാൽ നമ്മളെ ചില നാട്ടിൽ നമ്മളെ ചില ആൾക്കാർ പറയും, ചെറുപ്പക്കാർ പറയില്ല, കുറ്റം പറയില്ല, ഒരു മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ചിലർ പറയും ഈ അറബിയാളെ നിസ്കാരം ഒന്നും അമ്മ കബൂലാക്കൂല എന്ന് പറയാം. അതെന്താക്കാൻ കബൂലാക്കൂല എന്ന് പറഞ്ഞു? ഉസ്താദെ, അറബികൾ ചില ആൾക്കാരൊക്കെ ഭാഗം കേട്ടാൽ വണ്ടി കുത്തും. വണ്ടി കുത്തിയിട്ട് വണ്ടിപ്പുറത്ത് 2 അടിയാണ്. 2 അടി അടിച്ചില്ലേ? പലരും കണ്ടുകൊണ്ടുണ്ടാവും. 2 അടി അടിച്ചിട്ട് കിബിലാ സഹോദരങ്ങളെ, അങ്ങനെയും മദ്ഹബുണ്ട്. അങ്ങനെയും മദ്ഹബിന്റെ അഭിപ്രായമല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സ്വഹീദൻ ത്വയ്യിബൻ എന്നതിന് ശുദ്ധമായ മണൽ, പൊടിയുള്ള മണൽ കിട്ടണം, പൊടിയുള്ള മണ്ണ് തന്നെ കിട്ടണമെന്ന് അഭിപ്രായം പറഞ്ഞതാരാ? ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. മറ്റു ചില മഹാന്മാർ, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാർ പറഞ്ഞു ശുദ്ധമായ പ്രതലം കിട്ടിയാൽ മതി. ഇവിടെ നേസൊന്നുമില്ലല്ലോ.
ഇവിടെ അടിച്ചാൽ മതി, തയമ്മുമാവും. ആ മദ്ഹബൊക്കെ തീരുന്ന ആൾക്കാരാണ് അറബികള്. നമ്മള് ഓരോ കാട്ടർബികളാക്കി നമ്മള് കാട്ടിലല്ല നമ്മളതിന് അപ്പുറത്ത് ഇറക്കിയതാണ്. അത് പിടിപാടില്ല. നമ്മൾ നീ നിസ്കരിക്കാത്ത ആൾക്കാരെ പരീക്ഷിക്കരുത്. അറബികളും സുഖത്തിലെത്തില്ല, അത് പോലും നിസ്കരിച്ച് ശരിയാവില്ല. എന്താ ഒരു കാറിന്റെ പുറത്ത് 2 അടി കാണുമ്പോൾ ചിരിക്കുക. ഒരടി അടിച്ചിട്ട് മുഖം തടവാൻ അടുത്ത കഴിച്ചിട്ട് വെള്ളം കിട്ടാത്ത സ്ഥലമാണ്, മരുഭൂമിയല്ലേ, എല്ലാവർക്കും വെള്ളം ഉണ്ടാവില്ല, വാഹനത്തിനും വെള്ളമല്ല. എല്ലാ വെള്ളം തന്നെ വാഹനത്തിൽ പോയിക്കാൻ ആവശ്യമില്ല. അവിടെ വിളിച്ചു, തയമ്മും ചെയ്തു, മുസല്ല വിളിച്ചു, തിമിര നോക്കി, അതിനുള്ള യന്ത്രം വെച്ച് നോക്കി നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ നമ്മളോട് ചോദിക്കുകയാണ്, നമ്മൾ ഗഫീലായ അറബി മുത്തപ്പയായ വയസ്സായ നിസ്കരിച്ചോ? ഞാൻ നിസ്കരിച്ചോളാം, അന്നെ കൂടെ നിസ്കരിച്ചു, എന്റെ നിസ്കാരം ശരിയാവില്ല. ഹിന്ദു നിസ്കരിച്ചോളാന്ന് പറഞ്ഞാൽ നിസ്കരിക്കൂല. അയാൾ വിശ്വാസപ്രകാരം നിസ്കരിച്ചിട്ട് കാര്യമില്ല എന്നാണ്. സത്യത്തില്ല, അറബി നിസ്കരിച്ച നിസ്കാരം ശരിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവരെ കൃത്യത എന്താണെന്നറിയോ? അവര് ഭക്തനെ തൊട്ട് തെറ്റിപ്പോയി കൂടാ. വേറെ പള്ളി എത്തുന്ന സ്ഥലത്തേക്ക് വണ്ടി ഓടിയെത്താത്തത് കൊണ്ടല്ല, അങ്ങനെ ഓടിയെത്തുമ്പോ അവര് ഭക്തി നഷ്ടപ്പെട്ടു പോകും. ഞാൻ ഇവിടെ വെച്ച് നിസ്കരിക്കുകയാണെങ്കിൽ മരുഭൂമിയിൽ പള്ളിയില്ല, വെള്ളമില്ല, പക്ഷേ എനിക്ക് തയമ്മും ചെയ്യാൻ അറിയുമല്ലോ. ഇവിടെ വെച്ച് നിസ്കരിച്ചാൽ എനിക്ക് അബ്ബൽ വക്ത് കിട്ടും. കുറെ ഓടിയിട്ട് ഒരു പള്ളി കണ്ട് നിസ്കരിക്കുന്നതിനേക്കാൾ മഹത്വം സമയം പരിഗണിക്കലല്ലേ, അബ്ബൽ വക്ത് കിട്ടലല്ലേ. അഫ്ളലുൽ അഅ്മാലി അസ്സലാത്തു ലി അബ്ബലി വക്തിഹാ. നമ്മളൊക്കെ പഠിച്ച പാഠമാണ്. അബ്ദുൽ അസീസ് ഉസ്താദ് കാട്ടുന്നാണ് ളുഹർ ബാങ്ക് കേൾക്കുന്നത്. ളുഹർ ബാങ്ക് കേട്ടോടനെ തന്നെ മഹാനവറുകൾ ശിഷ്യന്മാരോട് ചോദിച്ചു, അതിൽ ഉസ്താദന്മാരും അല്ലാത്തവരും ഉണ്ട്, എല്ലാവർക്കും ഉറുവില്ലേ? ശരിക്കല്ലേ അങ്ങോട്ട് കാട്ടിന്റെ ഉള്ളിൽ ചെടി മറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി നിസ്കാരം തുടങ്ങി. ഉറക്കാത്ത കഴിഞ്ഞപ്പോ കാട്ടിൻ്റെ ഉള്ളിൽ ഒരു കിടി ശബ്ദം. അപ്പൊ കുറച്ചാൾക്കാരൊക്കെ നോക്കിയപ്പോ ആനയെ വരുന്ന ആന എങ്ങനെ ഉണ്ടാവും? നമ്മളെ കാലുകളൊന്നും ആലോചിക്കും. നമ്മളെ മുട്ടുകാല അധികം ഓർക്കൂലേ? മുട്ടുകാല തരി ഓടാൻ കഴിയും. ഇവിടുത്തെ കൂടെ നമ്മൾ വിചാരം നമ്മൾ ഓടുന്നുണ്ട്, ആനങ്ങനെ പിടിക്കുമ്പോഴാ ഞാൻ ഓടുന്നില്ലാന്ന് കരുതുക. ഓടൂല, മുട്ടുകാല കുട്ടി ഓടൂല. സഹോദരങ്ങളെ, ആനയെ കണ്ട പാടി ഉറക്കെ കയറി കുറച്ചപ്പുറത്ത് പോയിട്ട് മരത്തിന്റെ മുകളിൽ, പക്ഷെ അത് പങ്കില്ലോ. ആനയെ കണ്ട മരത്തിന്റെ മുകളിൽ കയറിയത് ആന കണ്ട് തട്ട് കണ്ടു, എന്റെ അടിയോട് പോലും അതാ താഴോട്ട് കയറാൻ പറ്റിയ മരം ഉണ്ടെങ്കിൽ ഇല്ലിക്കൂട്ടം. അവിടെ ഇല്ലിക്കൂട്ടം തന്നെ പറയാം, മുളക്കൂട്ടത്തിന് ഇല്ലിക്കൂട്ടം കാണാൻ മനസ്സിലായി. ഇല്ലിക്കൂട്ടം അതിൻ്റെ അടുത്ത് മൂപ്പര് വരില്ല, ആന വരില്ല. അതിൻ്റെ അടുത്ത് കഴിഞ്ഞ എത്ര ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളെ ഭാഗത്ത് എപ്പോഴും ഉള്ള ആളാണ് മൂപ്പര്, എപ്പോഴും അങ്ങോട്ടും നടക്കുന്ന ആളാണ്. ഇല്ലിക്കൂട്ടത്തിനുള്ള ആളെ കയറിക്കുന്നത്. ആന ഇല്ലിക്കൂട്ടത്തിന്റെ അടുത്ത് വന്ന് ഇല്ലിക്കൂട്ടം വന്നപ്പോൾ തിരിഞ്ഞുപോയി. പിടിക്കൂല, കാരണം മൂപ്പർക്ക് നല്ല ഇഞ്ചക്ഷൻ വേദന ഉണ്ടാവും. അതൊരു ഇറച്ചിയുടെ വേദന ശരീരം തന്നെ. അപ്പൊ ആന നേരെ വരുന്നു. ഇവരൊക്കെ ചുറ്റുഭാഗത്ത് നോക്കുന്നു. അബ്ദുൽ അസീസ് ഉസ്താദ് അനങ്ങിയിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അബ്ദുൽ അസീസ് ഉസ്താദിന്റെ ത്വാഅത്ത് എത്ര കടുപ്പമുള്ളതാണ്. ശിഷ്യന്മാര് മുഴുവനും സൊഫിയിൽ നിന്ന് പിന്തിരിഞ്ഞു പോയി. അബ്ദുൽ അസീസ് ഉസ്താദ് നിസ്കാരത്തിലാണ്. ആന നേരെ വന്ന് പുറകിൽ നിന്നു. അതൊക്കെ പേടിച്ച് വിറക്കാട് കുറച്ചനെ സുജൂദ് കകാലം പോകുമ്പോ ആനൊരു തട്ട് തട്ടിയാൽ ആന തട്ടൂല. കാരണം ഇവിടെ വണക്കം യഥാർത്ഥ വണക്കമാണ്. ഇബാദത്ത് യഥാർത്ഥ തലത്തിലെത്തിയിട്ടുണ്ട്. യഥാർത്ഥ തലത്തിൽ ഇബാദത്ത് എത്തിയാൽ, അനുസരണമെത്തിയാൽ പിന്നെ പുറം ലോകത്തെ കാഴ്ചപ്പാടൊന്നും അനുഭവിക്കാൻ കഴിയില്ല. അതായത് ഇറക്കാനോ ചിന്തിക്കാനോ മനസ്സ് വരൂല. അങ്ങനത്തെ ഒരു മനസ്സുണ്ടോ ഉസ്താദേ? ഉണ്ട്. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, നീ അത് നിഷേധിക്കണ്ട. ഭൗതിക സാഹചര്യത്തിൽ തന്നെ നമുക്കത് അനുഭവമില്ലേ? ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ വിഷയം, സലീഹയുമായിട്ടുള്ള ബന്ധം, അത് നിങ്ങൾ നോക്കും. കൊട്ടാരത്തിൽ ചെറിയ രൂപത്തിൽ അത് പരത്തിയ ആള് ആരാണ്? സലീഹ തന്നെയാണ്, വേറെ ആരുമല്ല. ഞാൻ ആ ചരിത്രത്തിലേക്ക് ഇപ്പൊ പോകുന്നില്ല. അങ്ങാടിയിൽ മുഴുവനും അത് പാട്ടായി. നാട്ടിലെ എല്ലാ പെണ്ണുങ്ങളും ആക്ഷേപിക്കാൻ തുടങ്ങി. സലീഹത്തിലാണ് പരിപാടി. കൊട്ടാരത്തിലെ അടിമയെ കൊണ്ടാക്കിയാൽ ഇംറാത്തുൽ അസീസ് തുറാബിദു ഫതാഹാ അൻ-നഫ്സി. ഒരു ചെറുപ്പക്കാരനെ കിട്ടിയപ്പോഴേക്ക് അതിനെ പ്രേമിക്കാൻ തുടങ്ങി. അതൊരു ജോലിക്ക് കൊണ്ടുവന്ന ചെറുപ്പക്കാരനല്ലേ, അടിമയല്ലേ. ആ പെണ്ണിനാണെങ്കിൽ ഭർത്താവ് വിറയില്ലേ. ഇത് നാട്ടിലൊക്കെ പാട്ടായപ്പോൾ ഇല്ലാത്ത വിഷമം കുടുങ്ങി. എന്നെ പോലെ വികാരം അവർക്കുണ്ടാകുമോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ആക്ഷേപിച്ച പെണ്ണുങ്ങൾക്ക് മുഴുവനും ഒരു സൽക്കാരം ഒരുക്കി. തഫ്സീറുകളിൽ കാണാം, അവര് 40 പെണ്ണുങ്ങളുണ്ട്. 40 പെണ്ണുങ്ങളും വരിവരിയായിരുന്നു.
ഓരോരുത്തർക്കും ഓരോ കത്തി കൊടുത്തു, ഓരോരുത്തർക്കും ഓരോ പഴം കൊടുത്തു. വിവിധ അഭിപ്രായങ്ങളുണ്ട് പഴത്തിനെ പറ്റി. കക്കിരിക്കയാണ് പല അഭിപ്രായമുണ്ട്. ആ പഴത്തും കത്തിയും കൊടുത്ത ശേഷം കറക്റ്റായി അവർ മുറിക്കാൻ ഒരുങ്ങുമ്പോഴാണ് അവരെ മുന്നിലൂടെ ഒന്ന് നടന്നു പോകാൻ യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് കൽപ്പിക്കുന്നത്. മഹാനവറുകളെന്ന് നടന്നു പോയപ്പോ ശരീരത്തിന്റെ മുഴുവൻ ഭംഗിയും കണ്ടിട്ടില്ല. ഏറ്റുമുട്ടൽ അതന്നെ അതിന്റെ താളം ഒപ്പിച്ച് ഇങ്ങനെ വരുന്നുണ്ട്. സംസാരം പോലെ തന്നെ ഒരു ശ്രവണ സുന്ദരമായ ഗാനം പോലെ തന്നെ ഓരോ ഭാഗത്തും കത്തുടങ്ങ അല്ലെ. അത് നമ്മൾ ഓർക്കൊണ്ട് കിട്ടുന്ന ഒരു നേട്ടമായിരിക്കും ഒരു പക്ഷേ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉറക്കം ഉണർവ് പോലെയാണ്. ആ ഉറക്കത്തിൽ മലക്കുകൾ വന്നിട്ട് എന്ത് പറഞ്ഞു കൊടുത്താലും ഒരക്ഷരം വിടാതെ, ഒരു സംഭവം മാറാതെ പുറത്ത് ലോകത്തേക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്നലെ നിങ്ങൾ കണ്ട സ്വപ്നത്തിന്റെ മുഴുവൻ കഥ പറയാൻ പറ്റുമോ? നമ്മളെ ചിലരെ വന്ന് വിളിക്കുമ്പോ ഇപ്പഴെന്നെ വിളിച്ചു, ഞാൻ നല്ലൊരു സ്വപ്നത്തിന്റെ മൂർധന്യ ദശയിലായി. ഞാൻ ഒരാളിങ്ങനെ എറിയാൻ വേണ്ടി കല്ലിങ്ങനെ തപ്പ്, ഇപ്പോഴാണ് നീ വന്ന് വിളിച്ചത്. ഞാനിങ്ങനെ അതിങ്ങനെ കണ്ടു, ആ സ്വപ്നം എന്ന് പറഞ്ഞാൽ കളിക്കുന്നത് അപ്പ കണ്ടു വന്നിട്ടോ അതില്ല, ഇപ്പൊ കണ്ടതല്ലേ തലമുതലെന്ന് പറയാൻ കഴിയും. അതറിയാം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ ബുദ്ധി ഇതല്ലേ സഹോദരങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കം അങ്ങനെയല്ലല്ലോ. പക്ഷേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രചോദനം സർവ്വ ഉമ്മമാരും സഹോദരിമാരും പാഠമാക്കണം. 10 റക്അത്ത് വിത്ർ നിസ്കരിച്ച് മുത്തനബിങ്ങൾ അങ്ങനെ കടക്കുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പതുക്കെ വന്നിട്ട് ചോദിക്കുന്നു, അതനാമു ഖബ്ല അൻ തുതിറാ, ഒരു റക്അത്ത് കൂടി വിത്ർ നിസ്കരിക്കാറില്ലേ നബിയെ? അതുകൂടി നിസ്കരിച്ചിട്ട് ഉറങ്ങിയാ പോരെ, കിടന്നാ പോരെ? അത് നിസ്കരിക്കുന്നതിന് മുമ്പ് ഉറങ്ങുകയാണോ? ഈ ഒരു പ്രചോദനത്തിന്റെ ശൈലി ഏറ്റെടുക്കേണ്ടത് ഉമ്മമാര് സഹോദരിമാരാണ്, പ്രജ്ഞന്മാരാണ്. ഏതൊരു പെണ്ണിനും അവനവന്റെ ഭർത്താവിനെ നന്നാക്കാൻ കഴിയും. ഏതൊരു ഉമ്മാക്കും ഒരു ഉപ്പാനെ നന്നാക്കാൻ കഴിയും. അതിന് പറ്റുന്ന സ്നേഹമാകണം നമ്മുടെ സ്നേഹം. അപ്പയാണത് യാഥാർത്ഥ്യത്തിലെത്തുന്നത്. വന്ന് ചോദിക്കുന്നത് കണ്ടില്ലേ, ഒരു റക്അത്ത് കൂടി വിത്ർ നിസ്കരിക്കാറില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റിട്ട് പറഞ്ഞു, ആയിഷ ഇന്ന ഐനയ്യ തനാമാനി വലാ യനാമു ഖൽബി, എന്റെ 2 കണ്ണും ഉറങ്ങുന്നുണ്ട്, പക്ഷേ എന്റെ കൽബ് ഉറങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെ എന്റെ വുദൂ മുറിയുന്ന പ്രശ്നവും ഇല്ല. ലാ തുൻകിരിൽ വഹിയ മിൻ റുയാഹു ഇന്ന ലഹു ഖൽബൻ ഇദാ നമതിൽ ഐനാനി ലം യനമി. കണ്ണുറങ്ങിയാലും കൽബുറങ്ങാത്ത മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോലും പ്രചോദനത്തിന് വേണ്ടി വന്ന് വിളിച്ചെങ്കിൽ ഓരോ റൂമും മുട്ടി വിളിക്കുന്ന സ്വഭാവം മുത്തുനബി തങ്ങൾക്കുണ്ട്. ഒരൊറ്റ ഉമ്മമാരും അതിൽ വിഷമിക്കണ്ട. എന്റെ വീട്ടിൽ അളിയൻ വന്നപ്പോ, ഗൾഫിൽ നിന്ന് വന്നപ്പോ ഞാൻ ഉമ്മാരോട് പറഞ്ഞു, എല്ലാവരും റൂമും ഉമ്മ മുട്ടി വെച്ചപ്പോ പറഞ്ഞു ആ റൂം മുട്ടണം, മരുവിന്റെ റൂം. ഉമ്മ ഈ മുട്ടിക്കോ. ഞാൻ പറഞ്ഞു നിങ്ങളെന്നെ വിട്ടണം, നിങ്ങളല്ലേ ഈ വീട്ടിന്റെ നെടും തൂണ് നിങ്ങളല്ലേ ഉമ്മ, നിങ്ങളെന്നെ വിട്ടണം. ഉമ്മ മുട്ടി വിളിച്ചു. എന്തിനു പേടിക്കണം? നന്നായി കൂശാക്കാക്കിയിട്ട് ഭക്ഷണം കഴിച്ച് ഉറങ്ങാനാണോ സർക്കാരും കൊടുക്കുന്നത്? സുബി നിസ്കരിക്കാതെ ഉറങ്ങാൻ? അതാ പുതിയാപ്പിളാന്നാണ്, അതാ മരുവെന്നാണ്. നേരത്തെ വിളിക്കണം, കാരണം ഉത്തരം വിളിക്കാനുണ്ടാവും ചിലപ്പോ. നേരത്തെ വിളിക്കാൻ വേണ്ടത് സ്വഹീഹുൽ ബുഖാരിയിലല്ലേ അതിന്റെ മാതൃക. 9 വീടുകളും സുബഹിന്റെ മുമ്പ് മുട്ടി വിളിച്ച് ഉണർത്തുന്ന ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ 9 വീട് 9 ഭാര്യമാരുടെ റൂമാണ്. 9 മുട്ടി വിളിക്കും സുബഹിക്കല്ല, തഹജ്ജുദിന്. കിതാബു തഹജ്ജുദിലാണ് ഈ ഹദീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തഹജ്ജുദിന് പോയി മുട്ടി വിളിക്കുന്നു. 9 വീട് കഴിഞ്ഞാൽ 10ാമത്തെ ഒരു വീട്ടിലേക്ക് പോകുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട്ടിൽ നിന്ന് രാവിലെ എണീറ്റ് ഫസ്റ്റ് നോക്കുന്ന ഒരു വീട്, അത് ഫാത്തിമ റളിയല്ലാഹു അൻഹ താമസിക്കുന്ന വീടാണ്. അത് കൃത്യമായി പറഞ്ഞാൽ ജന്നത്തുൽ ബഖീയിലേക്ക് നമ്മൾ പോകുന്ന ഒരു വഴിയുണ്ടല്ലോ, ആ വഴിയിലാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹു അൻഹു താമസിച്ച വീട്. എന്നും ആ വീട്ടിൽ കയറാതെ മുത്തുനബി തങ്ങൾ ഉറങ്ങിയിട്ടില്ല. ആ വീട്ടിൽ പോകാത്തൊരു ദിവസമില്ല. സുബഹിന്റെ മുമ്പ് എഴുന്നേറ്റിട്ട് ആ വീട്ടിലും പോയിട്ട് വിളിക്കുന്നു. മരുമകനെയും മകളെയുമാണ് വിളിക്കുന്നത്. സുബഹിക്കല്ല,
തഹജ്ജുദ് നിസ്കാരത്തിനാണ്. അലാ തുസല്ലിയാൻ എണീക്കുന്നില്ലേ, നിസ്കരിക്കുന്നില്ലേ? ഒരു ദിവസം അങ്ങനെ പോയി വിളിച്ചപ്പോൾ അലി റളിയല്ലാഹു അൻഹു നേരത്തെ എണീറ്റിട്ടുണ്ട്. അപ്പൊ അലി റളിയല്ലാഹു അൻഹു ഒരു കമന്റ്, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൻഫുസുനാ ബിയദില്ലാ, ഞങ്ങളുടെ ശരീരങ്ങൾ ആത്മാക്കൾ അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലല്ലേ. ഇൻഷാ ബഅസനാ, അല്ലാഹു ഉദ്ദേശിച്ചാൽ അല്ലാഹു ഞങ്ങളെ എണീപ്പിച്ചോളും, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. ഇത് കേട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും എതിർത്തില്ല. അല്ലാഹുവിന്റെ ഹബീബ് രണ്ട് കാലിനും തുടക്കും ഇങ്ങനെ അടിച്ച് നല്ല ശബ്ദമുണ്ടാകുന്ന അടിയടിച്ചിട്ട് തിരിച്ചു വരുമ്പോ നബി തങ്ങൾ പറയുന്നുണ്ട്, വകാനൽ ഇൻസാനു അക്സറ ശൈഇൻ ജദലാ, മനുഷ്യന്റെ മൊത്തത്തിലൊരു പ്രകൃതിയാണ് ഏത് നല്ലതിലേക്ക് ക്ഷണിച്ചാലും ക്രോസ് ചെയ്യുക എന്നത്. അവിടെ സ്വലാത്ത് നിൽക്കുന്നു, എന്ത് സ്വലാത്ത് ആർക്കാ വേണ്ട, എന്ത് നല്ലതിലേക്ക് ക്ഷണിച്ചാലും അങ്ങനെ. പലർക്കും ഞങ്ങളെ ശരീരവും ആത്മാവൊക്കെ അല്ലാണ്ട് ഇഷ്ടം, നിങ്ങളെന്തിനാണ് നബി ബേജാറാണത്? അള്ളാഹു ഉദ്ദേശിച്ചാൽ നമ്മൾ നീട്ടില്ലേ? പക്ഷേ ആ ഒരു മറുപടി കൊണ്ട് നബി നിങ്ങൾ വിളി നിർത്തിയോ? വിളി നിർത്തിയിട്ടില്ല. പിറ്റേന്നും പോയി മുട്ടി വിളിച്ചിട്ടുണ്ട്. അത് മുസ്ലിം ലോകത്തെ ഉപ്പമാർക്കും ഉമ്മമാർക്കും മാതൃകയാണ്. അവര് നേരെ എണീച്ച് ഓരോ മക്കളെയും പേരമക്കളെയും മരുമക്കളെ അടക്കം നിസ്കരിപ്പിക്കുന്ന വിഷയത്തിൽ ജാഗരൂകരാകണം. അങ്ങനെ ഒരു കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും സുബ്ഹാനല്ലാഹ് അള്ളാഹുവിന്റെ ത്വഅത്തിലായി മുന്നേറുമ്പോ അവര് മഹാന്മാരുടെ സബീലിലാണ്, അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടിയവരാണ്. അള്ളാഹു നമ്മെ അതിൽ സ്വീകരിക്കട്ടെ. രണ്ടാമത്തെ കാര്യം ഏതാണ്? ഞാൻ ആരും കൂടി പറയുന്ന എനിക്ക് തോന്നില്ല, ഞാൻ ചുരുക്കി പറയട്ടെ. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, രണ്ടാമത്തെ വിഷയം ത്വലബിനാ സലാമത്തദ്ദീൻ, ദീനിന്റെ രക്ഷ എന്തുകൊണ്ടാണ് കിട്ടുന്നത് എന്ന് നമ്മൾ അന്വേഷിച്ചു. നമ്മൾ അസ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് ദ്വാരക്കാറില്ലേ, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക സലാമതൻ ഫിദ്ദീനി, അല്ലാഹുവേ ദീനിൽ ഞങ്ങൾക്ക് നീ സലാമത്ത് തരണം. എല്ലാ അസ്ർ നിസ്കാരം ചെയ്തും ദ്വാരക്കാറില്ലേ, ആമീൻ പറയാറില്ലേ? സലാമത്ത് ദീനിൽ കിട്ടാൻ ഒറ്റക്കാരും ശ്രദ്ധിച്ചാൽ മതി. അതുണ്ടോ അവന്റെ ദീനും അവന്റെ ആഖിബത്തും നന്നായി കിട്ടും. അതില്ലേ ആഖിബത്ത് നന്നാകൂല. എന്താണ് ആ കാര്യം? അത് ശ്രദ്ധിക്കാനും ചിന്തിക്കാനും വലിയ പ്രയാസമാണ്. എന്താണ് ആ കാര്യം? മഹാന്മാർ പറഞ്ഞു, ഫവജദ്നാഹാ ഫീ ഹിഫ്ളിൽ ലിസാൻ, നാവിനെ സൂക്ഷിക്കുന്നതിനാണ് നമ്മളത് കണ്ടെത്തിയത്. നാവിനെ സൂക്ഷിക്കാൻ കഴിയോ? ദീനിന് സലാമത്തുണ്ട്. നാവിനെ സൂക്ഷിക്കാൻ കഴിയോ? ആഖിബത്ത് നന്നാകും. നാവിനെ സൂക്ഷിക്കാൻ കഴിയോ? അന്ത്യം നന്നാകും. പോകുന്നത് നന്നാകും, ചൊല്ലുന്നത് നന്നാകും. നാവിനെ സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ലേ കാര്യങ്ങളൊക്കെ മോശമാണ്. അതുകൊണ്ടല്ലേ എല്ലാ വെള്ളിയാഴ്ചയും മുസ്ലിമീങ്ങൾക്ക് കൊടുക്കുന്ന ഉപദേശം, വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. പറയുന്നത് ശരിയേ പറയാവൂ, നേരെയല്ലേ പറയാവൂ. സംശയം പറയണ്ട, അവിടുന്നും ഇവിടുന്നും കേട്ടത് പറയണ്ട, എവിടുന്നെങ്കിലും അഡ്രസ് ഇല്ലാത്തത് പറയണ്ട, വസ്തുതാപരമല്ലാത്തതും നീ പറയണ്ട. പറയുന്നത് ശരി മാത്രമേ പറയാവൂ. ശരി നീ പറഞ്ഞാൽ യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിന്റെ നാവ് പറയുന്നത് ശരിയാണെങ്കിൽ നിന്റെ അമല് നന്നായി കിട്ടും, നിന്റെ പാപങ്ങൾ പുറത്തു കിട്ടും. പറയുന്നത് ശരിയല്ലെങ്കിൽ അമല് നന്നാകൂല, പറയുന്നത് ശരിയല്ലെങ്കിൽ പാപം പൊറുക്കൂല. അപ്പൊ പറയുന്നത് ശരിയാകണം. ദീന് സലാമത്തായി കിട്ടണമെങ്കിൽ നാവിനെ സൂക്ഷിക്കണം. മഹാന്മാർ നോക്ക്, നിങ്ങൾ നാവ് കൊണ്ട് കുറെ സംസാരിച്ചാൽ വിഷമം വരുമെന്ന് കണ്ടിട്ട് നാവിനെ നോക്കിയിട്ടില്ലേ മഹാന്മാർ? നമ്മളൊക്കെ എപ്പോഴും പറയാറില്ല ഇബിൻ ഹജർ എന്നൊരു പേര് റഹ്മത്തുള്ളാഹി അലൈഹി. എന്താ ഹജർ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ആർക്കറിയില്ല. ഹജർ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? കല്ല്. എല്ലാവർക്കും പറയാം. എങ്ങനെ പേര് വന്നത്? ഹജർ എന്നൊരു പേരാ. ഇബിൻ ഹജർ തങ്ങളുടെ വല്യപ്പാന്റെ പേരാണത്. ജനങ്ങളൊക്കെ വിളിച്ചതാണ് ആ പേര് ഹജർ. എന്താ കാരണം? ആവശ്യത്തിന് മാത്രം തൊള്ള തുറക്കും, അല്ലാത്തത് ആര് ചോദിച്ചാലും മിണ്ടൂല. അപ്പൊ നാട്ടിലൊക്കെ വിളിച്ചു ഹജർ ഹജറാക്ക ഹജർ. അങ്ങനെ ആ പേരിലങ്ങ് പ്രശസ്തി ആർജിച്ചു. ശരിക്കുള്ള പേര് മുഹമ്മദ് എന്നാണ്.
പക്ഷേ നാട്ടേര് വിളിച്ച പേരല്ലേ സഹോദരങ്ങളെ ഹജർ എന്നത്. ആ പേരിലാണ് ഇബ്നു ഹജർ തങ്ങൾ പിന്നീട് പ്രശസ്തനായത്. ഞാൻ പറഞ്ഞത് ആ പേര് വന്നത് ആവശ്യത്തിന് മാത്രം സംസാരിച്ചു. ജനങ്ങളെ ചോദ്യങ്ങൾക്ക് എല്ലാത്തിനും മറുപടി പറയൂല, എല്ലാ വിഷയങ്ങൾക്കും ഉത്തരവും പറയൂല. അത് അല്ലാഹുവിനെ പേടിച്ചിട്ടാണ്. അതുകൊണ്ടല്ലേ ചില മഹാന്മാര് സംസാരം തന്നെ പറ്റ ബ്ലോക്ക് ചെയ്തു പോയി. ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു നിങ്ങൾ കേട്ടിട്ടില്ലേ? മഹാനവറുകൾ നൈലിന്റെ തീരത്തുകൂടെ നടന്നു പോകുമ്പോ കുറ്റിക്കാട്ടിൽ ഒരു ആൾരൂപം കണ്ടു. ആ ആൾരൂപത്തിന് നേരെ നടന്നിട്ടൊരു സലാം പറഞ്ഞു. മടക്കുന്നില്ല. അടുത്തേക്ക് നീങ്ങിപ്പോയപ്പോ ആ ആൾരൂപം നിസ്കരിക്കുകയാണ്. നിസ്കാരത്തിന് സലാം മടക്കാൻ കഴിയൂലല്ലോ എന്ന് കരുതിയിട്ട് നിസ്കാരം കഴിഞ്ഞപ്പോ സലാം പറഞ്ഞു, സലാം മടക്കി. കുറെ വിശേഷങ്ങൾ ചോദിച്ചു, ഒന്നിനും മിണ്ടുന്നില്ല. എന്താ മിണ്ടാത്തത് എന്ന് ചോദിച്ചപ്പോ ഒരു കൊള്ളിയെടുത്തിട്ട് മരുഭൂമിയിലങ്ങ് എഴുതി കൊടുത്തു. മുനി അല്ലിസാനു മിനൽ കലാമി ലിഅന്നഹു അദ്ഫുൽ ബലാഇ വ ജാലിബുൽ ആഫാതി فإذا نطقت فكن لربك ذاكرا لا تنسه واذكره في الحالات. എന്റെ നാവിനെ ഞാൻ ബ്ലോക്ക് ഇട്ടിരിക്കുന്നത് സർവ്വ ആപത്തും കൊണ്ടുവരുന്നത് നാവാണ്, സർവ്വ വിഷമങ്ങളും കൊണ്ടുവരുന്നത് നാവാണ്. അതുകൊണ്ടൊരു ഉപദേശം, നീ സംസാരിക്കുമ്പോ ഇത് ദുന്നൂനുൽ മിസ്രിയാണെന്ന് നീ മഹാനറിയില്ല. നീ എപ്പോ സംസാരിക്കുകയാണെങ്കിലും പടച്ച റബ്ബിനെ ഓർത്തേ സംസാരിക്കാവൂ. അല്ലാഹു പൊരുത്തപ്പെടുന്നതല്ലാതെ സംസാരിച്ചൂടാ. ആലോചിച്ച് നോക്ക്, എത്ര വലിയ ഉപദേശമാണ്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വഴിക്ക് നടന്നു പോകുമ്പോൾ ഒരു ഉമ്മണ്ട് തന്നെ മോനെ വിളിക്കുന്നു. കൈ ഇങ്ങനെ ചുറ്റി പിടിച്ചിട്ട്, മോനെ. നമ്മൾ ചിലപ്പോ കുസൃതിയുള്ള കുട്ടികളെ എത്ര കുളിക്കാൻ വിളിച്ചാലും വരൂല, ഡ്രസ്സ് മാറാൻ വിളിച്ചാലും വരൂല, ചായ വിളിച്ചാലും വിളിച്ചാൽ അപ്പൊ പറയും മോനെ. എന്താ നമ്മളൊരു മഞ്ചുണ്ടെന്നു, മുഞ്ചുണ്ടെന്നു, വേറൊന്നും എനിക്കറിയാം, കുക്കീസ് ഉണ്ട്, എന്തെങ്കിലുമൊക്കെ പറയുക. ഒരു കുക്കീസുള്ള ഒരു മണ്ണാകട്ടിയില്ല, അത് വെറും കൈയാണെങ്കിൽ കാര്യം വിഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പെണ്ണിനോട് ചോദിച്ചു, അല്ല പെട്ടെ, എന്തെങ്കിലും കൊടുക്കണമെന്ന് കരുതിയിട്ടാണോ മോനെ വിളിക്കുന്നത്? ആ പെണ്ണ് പറഞ്ഞു, അതേ നബിയെ. കൈ ഇങ്ങനെ കാണിച്ചിട്ടത്, ആ ഒരു കാരക്ക എന്റെ കയ്യിലുണ്ട്, ഈ കാരക്ക കൊടുക്കാൻ ഉദ്ദേശിച്ചാണ് ഞാൻ എന്റെ കുട്ടിയെ വിളിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അങ്ങ് പോകുമ്പോ ആ പെണ്ണ് ചോദിച്ചു, എന്തേ നബിയെ ഇങ്ങനെ ചോദിക്കാൻ കാരണം? ഒന്നും കൊടുക്കാൻ ഉദ്ദേശവുമില്ല, കുട്ടി അടുത്തേക്ക് വരൽ ലക്ഷ്യവുമാണെങ്കിൽ ആ പറയുന്നത് കളവാണ്. ഇത്രത്തോളം കളവിനെ സൂക്ഷിക്കണമെന്ന് പഠിപ്പിക്കുന്ന മതമല്ലേ വിശുദ്ധ ഇസ്ലാം. അത് പഠിപ്പിച്ച നേതാവല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നാവിനെ എത്രമാത്രം സൂക്ഷിക്കണം. ഞാൻ അതിന്റെ ഒരു അറ്റം പറഞ്ഞതാണ്, സർവ്വസാധാരണ ശ്രദ്ധിക്കാത്തൊരു കാര്യമല്ലേ അത്. പ്രലോഭനത്തിന് വേണ്ടി ഒന്ന് അനുസരിക്കാൻ വേണ്ടി എന്തെങ്കിലും പറയാറില്ലേ? ആ പറയുന്നതിനോട് വിഷയം ശരിയല്ലെങ്കിൽ അത് കളവാണ്. അത്രത്തോളം പഠിപ്പിച്ചില്ലേ വിശുദ്ധ ഇസ്ലാം. ഈ മഹാനിങ്ങനെ എഴുതി കാണിച്ചു കൊടുത്തപ്പോ ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു കൊള്ളിയെടുത്തിട്ട് ഇപ്പുറത്തൊന്നും എഴുതാൻ തുടങ്ങി. എഴുതിയിട്ട് ആ എഴുത്തിൽ എന്താണുള്ളത്? വമാ മിൻ കാതിബിൻ ഇല്ലാ സയുബ്ലാ വഇൻദല്ലാഹി മാ കതബത് യദാഹു فلا تكتب بكفك غير شيء يسرك في القيامة أن تراه. എല്ലാ എഴുത്തുകാരും പരീക്ഷിക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. ആര് എന്ത് എഴുതിയാലും അല്ലാഹു രേഖപ്പെടുത്തി പോയി. അതുകൊണ്ട് നിന്റെ കൈ കൊണ്ട് നീ എഴുതുന്നത്, കൈ കൊണ്ട് മെസ്സേജ് അയക്കുന്നത്, മെസ്സേജ് പകർത്തിയിട്ട് ഡൗൺലോഡ് ചെയ്യുന്നത്, ഫലാ തക്തുബ് ബികഫിക ഗൈറ ശൈഇൻ യസുറുക ഫിൽ ഖിയാമത്തി അൻ തുറഹു. ഖിയാമത്ത് നാളിൽ ആ എഴുത്തങ്ങ് നിവർത്തിയാൽ കാണുന്നവർക്ക് സന്തോഷമാകുന്നതല്ലാതെ കൈകൊണ്ട് എഴുതരുത് കേട്ടോ. ഈ ഒരു ഉപദേശം കിട്ടിയപ്പോ അല്ലാഹ് സംസാരിച്ചാൽ പല വിനകളും വരുന്നെന്ന് കരുതിയിട്ട് ഞാൻ എന്റെ നാവിനെ ബ്ലോക്കിട്ടു. പിന്നെ ഞാൻ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് എഴുത്താണ്. ഇപ്പൊ എഴുതാനും പാടില്ല എന്നാണോ പറയുന്നത്? ഒരൊറ്റ അട്ടഹാസത്തോടുകൂടെ മനുഷ്യരങ്ങ് വീണു, മരിച്ചുപോയി. മനസ്സിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ഖൗഫ് കൂടി പോയതാണ്. എന്റെ ദീന് സലാമത്താകൂലേ, ഞാൻ എഴുത്തിലൂടെ നീങ്ങിയാണെന്ന് കരുതി പേടി കൂടെ പങ്ക് മരിച്ചുപോയി.
പേടി, അള്ളാനെ പേടിച്ചിട്ട് ഒരാൾ അങ്ങനെ മരിച്ചു പോയാല് ദുനിയാവ് പേടിച്ചിട്ടല്ല, വേറെന്തെങ്കിലും പേടിച്ചിട്ടല്ല, ജീവിതത്തിന്റെ ലാഭവും നട്ടോ നോക്കിയിട്ടല്ല, അള്ളാനെ പേടിച്ചിട്ട് ഒരാളങ്ങ് മരിച്ചു പോയാല് അള്ളാന്റെ പേടി ഉള്ളിൽ കടന്നിട്ടാണോ മരിച്ചു പോകുന്നത്, സ്വർഗം സങ്കേതമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇതിൽ തങ്ങൾക്ക് തോന്നി പഠിച്ചവരെ ഇതൊരു വലിയ മഹാനാണ്. അടുത്തേക്കടുത്തിട്ട് ജനാദയുടെ സംസ്കരണങ്ങളൊക്കെ തുടങ്ങാൻ നോക്കുമ്പോ ഒരശരീരി കേൾക്കുന്നു, ദുന്നൂനിൽ തിരുത്തങ്ങളെ നിങ്ങൾ ആ ജനാദ സംസ്കരിക്കണ്ട, അതിന് ദൂതന്മാർ വേറെ വരാറുണ്ട്, നിങ്ങളതൊന്നും ചെയ്യണ്ട, അതിനാളുകൾ വേറെ വരാനുണ്ട്, വേറെ ഔലിയാക്കളും കമ്പനിയും വേറെ വരാനുണ്ട്. ദുന്നൂറിൽ മിസിരി തങ്ങൾ യാത്ര കഴിഞ്ഞ് അതേ വഴിക്ക് തിരിച്ചു വന്നപ്പോ അവിടെ ആ ജനാദ കണ്ടില്ല. അപ്പൊ ദീന് സലാമത്താകണോ, നാവ് സൂക്ഷിക്കണം. ആലിമീങ്ങളെ സാദാത്യങ്ങളെ തെറി പറയരുത്. ഉമ്മമാരോട് ഞാൻ പറയട്ടെ പ്രത്യേകിച്ചൊരു കാര്യം, ചില ഉമ്മമാരൊക്കെ അറിയാതെ സംസാരിച്ചു പോകുന്നു, ആലിമീങ്ങളെ പറ്റി സംസാരിച്ചു പോകുന്നവരെ കണ്ടിട്ടില്ല, അവരനുഭവിച്ചിട്ടില്ല, അവരുടെ വിഷയങ്ങളൊന്നും അറിയില്ല, വസ്തുതകൾ അറിയില്ല. വെറുതെ എന്ന് പറഞ്ഞാല് നമ്മളെ ദീന് തെളിഞ്ഞു പോകും, നമ്മൾ അന്ത്യം സലാമത്തായി കിട്ടൂല. ഏതൊരാളെ പറ്റിയാ പറയുകയാണെങ്കിലും എവിടെ നിന്ന് കേൾക്കുകയാണെങ്കിലും വസ്തുതാപരമായി കിട്ടിയിട്ടല്ലാതെ അറിഞ്ഞിട്ടല്ലാതെ നമ്മളെ നാവ് കൊണ്ട് നമ്മളത് എറിയരുത് കേട്ടോ. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്ത വിഷയമാണ്. പത്രദ്വാര കാണുന്നത് മുഴുവനും പറയാനുള്ളതല്ല, വായിച്ചത് മുഴുവനും നീ പറയാനുള്ളതല്ല, അറിഞ്ഞത് മുഴുവനും നിനക്ക് പറയാനുള്ളതല്ല. പലതും നിനക്ക് തള്ളേണ്ടി വരും ഭൗതിക വസ്ത്രങ്ങളിൽ നിന്നും വായനകളിൽ നിന്നും. കാരണം ചിലതൊക്കെ അവർ തന്നെ പിന്നീട് തിരുത്തിയിട്ടുണ്ട്. അല്ലേ? ഇവിടെ കുറ്റാന്വേഷണ മാസിക എന്ന് പറഞ്ഞ ക്രൈമാസിക ഉണ്ടായിരുന്നു. മുമ്പ് എത്ര കുറ്റങ്ങൾ ആലിമീ മാസത്തിൽ അപ്പൊ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ എന്തായി പോയി? ഇങ്ങനെ ആലോചിച്ചു. ഇത് ഏറ്റിട്ട് പറഞ്ഞ ആൾക്കാരൊക്കെ എന്തായി പോയി? അത് പറഞ്ഞിട്ട് മരിച്ചുപോയ ആൾക്കാരൊക്കെ എന്തായിപ്പോയി? അവർക്ക് ദീനം എന്തായിപ്പോയി? അവർ ദീനം സലാമത്താണ്. അതുകൊണ്ട് പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കണം. മൂന്നാമത്തെ വിഷയം, നമ്മുടെ ദീന് രക്ഷപ്പെടുന്നതോടൊപ്പം നമ്മുടെ സാമ്പത്തികമായ പുരോഗതി വേണ്ടേ? എല്ലാവരും കേട്ടോളൂ, ഞാൻ ചുറ്റിയ പറയണം, എന്നിട്ട് പറയില്ല. സലാമത്തുൽ ഐഷ്, സാമ്പത്തികമായ പുരോഗതി, ജീവിതോപാധി നന്നാകുന്നതിന് എന്താണ് അതിനൊരു ഉചിതമായ മാർഗം? മഹാന്മാർ അന്വേഷിച്ചപ്പോ ഒരൊറ്റ വിഷയം അവർ കണ്ടെത്തി. ദുഹ നിസ്കരിച്ചാൽ വലിയ സാമ്പത്തിക പുരോഗതി ഉണ്ടാവും. സാമ്പത്തിക പുരോഗതി ഉണ്ടാകാൻ വേണ്ടി നിസ്കരിക്കണ്ട, നിസ്കരിച്ചാൽ അവനെ കൊണ്ടായിക്കൊള്ളു. സാമ്പത്തിക പുരോഗതി ഉണ്ടാകാൻ വേണ്ടി നിസ്കരിക്കണ്ട, നിസ്കരിച്ചാൽ ഉണ്ടാകും. അതുകൊണ്ടല്ലേ ഏറ്റവും പാവപ്പെട്ട സ്വഹാബിയല്ലേ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. തങ്ങളുടെ കാലഘട്ടത്തിൽ നേർക്കൊരു മുണ്ട് ധരിക്കാൻ പോലും വസ്ത്രമില്ല മഹാനവറുകൾക്ക്. പക്ഷേ എത്ര വലിയ സ്ഥാനം കിട്ടി. ആ അബൂ ഹുറൈറ തങ്ങളോട് 3 വസിയ്യത്തല്ലേ മുസ്ലിം തങ്ങൾ നൽകിയത്. അതിലൊന്ന് അബൂ ഹുറൈറ എന്നും നിസ്കരിക്കണേ. അബൂ ഹുറൈറ തങ്ങളെ മക്കളൊക്കെ കല്യാണം കഴിച്ചു കൊണ്ടുപോയത് വലിയ വലിയ ആലിമീങ്ങളാണ്. അബൂ ഹുറൈറ തങ്ങൾക്കല്ലേ നബി തങ്ങൾക്ക് ശേഷം മദീനത്തെ പള്ളിയിൽ തദ്രീസ് നടത്താൻ ഭാഗ്യം കിട്ടിയത്. എത്ര സ്വഹാബിമാരുണ്ട്. ദർസ് നടത്താൻ ഭാഗ്യം കിട്ടിയ വലിയ മഹാനല്ലേ അബൂ ഹുറൈറ തങ്ങള്. മാത്രമല്ല അവരെ മക്കളും പേരമക്കളും പിന്നീട് വലിയ സമ്പൽ സമൃദ്ധിയിലെത്താനുള്ള കാരണം അല്ലാഹുവിന്റെ ഹബീബിന്റെ വസിയ്യത്ത് 2 റക്അത്ത് ദുഹ നിസ്കരിക്കണേ. മഹാന്മാര് പറഞ്ഞു 12 റക്അത്ത് ദുഹ നിസ്കരിക്കുകയാണെങ്കിൽ 8 റക്അത്ത് ദുഹ എന്നും നിസ്കരിക്കുകയാണെങ്കിൽ തുഫൽ ബലാഉ മിനൽ ഹാഫാതി വസ്സദമാ, പരീക്ഷണങ്ങൾ, ആപത്തുകൾ, മുസീബത്തുകൾ ഒന്നും ഏൽക്കേണ്ടി വരില്ല. അത്രയും മഹത്വമുള്ളൊരു നിസ്കാരമാണ് ദുഹാ നിസ്കാരം. ഞാൻ അതിന്റെ ബാബൊന്നാകെ ഓതുകയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മക്ക വിജയത്തിന് വന്നപ്പോ ദുഹാ നിസ്കാരം 8 റക്അത്ത് നിസ്കരിച്ചു എന്നത് രേഖപ്പെടുത്തിയത് ഉമ്മു ഹാനി ബീവി റളിയല്ലാഹു അൻഹയാണ്. ആ ദുഹാ നിസ്കാരം നിസ്കരിക്കാൻ കഴിയാത്തത് കൊണ്ട് നമ്മുടെ നാട്ടിലെ ചില വിദഈ കക്ഷികൾ പറഞ്ഞു ദുഹാ നിസ്കാരം ബിദ്അത്താണ്. നിസ്കരിക്കാൻ കഴിയാത്തതിന് ചെയ്യാൻ കഴിയും. ഒറ്റ തള്ളൽ, ഒറ്റ കുപ്പേക്ക് അല്ലേ? ആണ്ട് തീർച്ച റബീൽ അവർ തുടങ്ങി കുറെ കാര്യങ്ങൾ തള്ളം കാണാതൊക്കെ സാമ്പത്തിക നഷ്ടമല്ലേ? അതിന് പിന്നിലും മെയിൻ വിഷയതല്ലേ? ചില ഇബാദത്തുകളൊക്കെ തള്ളാൻ കാരണം എന്താ? മടിയല്ലേ? അപ്പൊ അതിനെന്ത് പറയാനാ സുഖം? വിദ്യാർത്ഥാണ് പറയുന്നല്ലേ സുഖം. ആലോചിച്ചു നോക്കും. നിസ്കരിച്ച് സ്ഥിരപ്പെട്ടതല്ലേ? അപ്പൊ ജീവിതോപാധിക്ക് പറ്റിയൊരു മാർഗം അത് വേണ്ടേ? സാമ്പത്തികമായ പുരോഗതി ഇല്ലെങ്കിൽ മനസ്സിലെ ടെൻഷൻ മാറും.
ഉസ്താദെ നിസ്കാരമാണെങ്കിലും കൊച്ചിക്കും കോഴിക്കോട്ടും കൽബ് പോകും, സമ്പത്ത് റെഡിയായിട്ടില്ലെങ്കിലും സംഗതിയൊക്കെ തന്നെ അങ്ങനെ തന്നെ. നമ്മളും നിങ്ങൾക്ക് ആ വിഷയത്തിലൊക്കെ തന്നെയല്ലേ. അപ്പൊ സാമ്പത്തികമായ പുരോഗതി കിട്ടാൻ എന്നും പണിക്ക് പോകുന്ന ആളുകളിൽ മുമ്പ് 2 റക്അത്ത് ദുഹാ നിസ്കരിക്കുക. 4ാമത്തെ ഒരു കാര്യം നമ്മുടെ ഖൽബിന് പ്രകാശം നേടിക്കിട്ടാൻ, തസ്കിയത്തുൽ ഖൽബ് കിട്ടാൻ, നൂറുൽ ഖൽബ് കിട്ടാൻ മഹാന്മാർ പറഞ്ഞു ഏറ്റവും നല്ലൊരു മാർഗമുണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്ക്, നേരത്തെ തന്നെ പരിപാടിക്ക് നിർത്തും. മുമ്പത്തെ കാലം ഇങ്ങനല്ല, മുമ്പൊക്കെ മൗലായ ചെല്ലുന്ന നേരായിട്ടുള്ളൂ. കുറച്ചുതന്നെ ഇപ്പോഴും ചില നാട്ടിലൊക്കെ അങ്ങനെ ഉണ്ട് കേട്ടോ. വലിയ പേടി. ഞാൻ നാളെ ഒരു ദിവസം എറണാകുളത്ത് പോയി. എറണാകുളത്ത് നിന്ന് കുറെ അപ്പുറം 9 മണിക്കുണ്ട് മൗലായ ചെല്ലുന്നത്. ഞാൻ പഴയ കാലം ഇങ്ങനെ ആലോചിച്ചു. 9 മണിക്ക് മൗലായ തുടങ്ങുക, 9:30 ദുആ തുടങ്ങുന്നത്. സുബ്ഹാന ജല്ല ജലാൽ. നമ്മുടെ നാട്ടിലൊക്കെ അന്തരീക്ഷം നേരെ മാറിയില്ലേ. വലിയൊരു ഗുണം കിട്ടുന്നതുകൊണ്ട് എന്താ പറയുന്നത്, സലാമത്തുൽ ഖൽബ്, ഖൽബിന് നൂറ് കിട്ടാൻ കാരണമാകുന്ന മഹാന്മാർ പറഞ്ഞു 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കണം. എന്നിട്ട് നീ കുറച്ചു നേരം ഇസ്തിഗ്ഫാർ ചെയ്യണം. കാരണം നിന്റെ മനസ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചല്യമില്ലാത്ത നല്ലൊരവസ്ഥ അതാണ് ജീവിതത്തിൽ. സുബഹിന്റെ ശേഷം പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ പലതുമായിട്ട് ബന്ധപ്പെട്ടു പോയി. സുബഹിന്റെ മുമ്പ് മനസ്സ് ഏകീകരിക്കാൻ പറ്റിയ നല്ലൊരു നേരമാണ്. ഇശാമാരിവിനിടയിൽ പോലും അവർ സൗകര്യം കിട്ടൂല. ഉറങ്ങിക്കഴിഞ്ഞ് നല്ല കുളിരോടുകൂടെ 4-5 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ ഉറങ്ങി എഴുന്നേറ്റാലും സമയപ്പെടൂല്ലേ. ആലോചിച്ച് നോക്കും, നല്ല സുഖമാണ്. അപ്പൊ ഖൽബിന് പരിശുദ്ധി കിട്ടാൻ 2 റക്അത്ത് തഹജ്ജുദ് നിസ്കാരം, ഈ 4 കാര്യങ്ങൾ ഒരാൾ ജീവിതത്തിൽ പകർത്തിയാൽ സ്വാലിഹീങ്ങളെ പോലെ ജീവിച്ച് അവരെ പോലെ പോകാൻ കഴിയും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നു, നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ പോയ ശേഷവും നിങ്ങൾ കുറെ ആൾക്കാരൊക്കെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ പതുക്കെ മതിയാക്കാൻ നിൽക്കുന്നു. ആൾക്കാർ ഇങ്ങനെ പോകാത്തതുകൊണ്ട് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ ഇൽമു പറയാനും കേൾക്കാനും നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ സദസ്സ് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മൾ ഈ സദസ്സിൽ ചെയ്ത മുഴുവൻ അമലുകളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു 5 സ്വലാത്തിലേക്ക് ചെറിയൊരു ദുആ നിർത്തുക. വലിയ ദുആ നേരത്തെ കഴിഞ്ഞു. ചെയ്തവர்கள் അങ്ങനെ പറഞ്ഞ വിനയം കൊണ്ടാണ് വലിയ ദുആ കഴിഞ്ഞു പോയി. നമ്മൾ ചെറിയൊരു ദുആ ചെയ്യില്ല. നേരത്തെ ഇവിടെ സ്വലാത്ത് വാർഷികവും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണല്ലോ. കൂടുതൽ നേരം നീട്ടിക്കൊണ്ടു പോകേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിപാടി വാചാകർമ്മ ആരെല്ലാം എന്തെല്ലാം ഒത്താശകൾ ചെയ്ത മുഴുവൻ അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ.